അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും, അത് MTനോട് ചോദിക്കണം. സോ MT സാറിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾട്ടറേഷൻ വരുത്തേണ്ടി വരില്ല. ബിക്കോസ് എവറിത്തിങ് വിൽ ബി ഓൺ ദ സ്ക്രിപ്റ്റ്. 8ാം ക്ലാസ്സിൽ അച്ഛൻ എഴുതിയ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോഴാണ് ശരിക്ക് ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മളെ നോക്കും, കൂടെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ നോക്കും. അപ്പം ആദ്യം ഇതൊരു വല്ലായ്മയായിരുന്നു. പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു. ഓർമ്മയിലെന്നും മലയാള സാഹിത്യ സൗരപഥത്തിൽ അക്ഷരത്തെളിച്ചമാർന്ന അരുണോദയങ്ങൾ അനവധിയേകിയ ജ്ഞാന സൂര്യൻ. എഴുത്തിന്റെ 7 അഴകുകൊണ്ട് മലയാളി മനസ്സിലാകെ മായാത്ത മാരിവില്ലിൻ ചന്തമൊരുക്കിയ കഥാകാരൻ. സാഹിത്യരംഗത്തും സിനിമാരംഗത്തും മനോഹരവും മാസ്മരികവുമായ തൂലികാസ്പർശത്താൽ രചനാ വൈദഗ്ധ്യത്തിന്റെ നിത്യവസന്തം തീർത്തു MT വാസുദേവൻ നായർ എന്ന സർഗധനൻ. സങ്കീർണവും സങ്കടകരവുമായ മനുഷ്യ മനോഭാവനകളെ ഇത്രയേറെ അറിഞ്ഞനുഭവിച്ച് അനാവരണം ചെയ്ത് പുസ്തകത്താളുകളിലൂടെയും ചലച്ചിത്ര കാഴ്ചകളിലൂടെയും മലയാളികൾക്ക് പകർന്നേകിയ മറ്റൊരു രചയിതാവില്ല എന്നത് ഉറപ്പാണ്. വാക്കുകളുടെ സൗന്ദര്യവും സൗരഭ്യവും കൊണ്ട് അനുവാചക ഹൃദയങ്ങളെ ആസ്വദിപ്പിച്ച് ആനന്ദിപ്പിച്ച MT എന്ന മഹാപ്രതിഭയെ തേടി ജ്ഞാനപീഠവും പത്മഭൂഷണും പത്മവിഭൂഷണുമടക്കം പുരസ്കാരങ്ങൾ അനേകമെത്തി. കാലത്തിന്റെ കടലാസിൽ ഒരിക്കലും മായാത്ത കയ്യൊപ്പ് ചാർത്തിയ കരകൗശലത്തിന്റെ ഉടമയ്ക്ക് പ്രണാമം. ഓർമ്മയിലെന്നും MT വാസുദേവൻ നായർ. ഇന്ന് MT വാസുദേവൻ നായർ എന്ന ആ അതുല്യ പ്രതിഭയുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി എപ്പിസോഡിലേക്ക് ആദ്യം എത്തുന്നത് മലയാളമടക്കം നിരവധി ഭാഷകളിലെ മികച്ച പ്രകടനങ്ങളുമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായ ഒരു അഭിനേതാവ്. നിരവധി ഭാഷകളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിനേതാവായി കണ്ടു, നർത്തകനായി കണ്ടു. സർവോപരി MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ അതിമനോഹരമായ നിരവധി കഥാപാത്രങ്ങളെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച് ഫലിപ്പിച്ച നടൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് അഭിനേതാവ് വിനീത്. വിനീതേട്ട, വളരെ നന്ദി വന്നതിൽ. ഇപ്പം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ 8 സിനിമകളിലാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വിനീതന്റെ കരിയർ ഇങ്ങനെ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ നാഴികക്കല്ലുകൾ പോലെ എല്ലാ ഇടവേളകളിലും അദ്ദേഹത്തിന്റെ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വിനീതനെ തേടിയെത്തിയിട്ടുണ്ട്. അതും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിരുന്ന കഥയും കഥാപാത്രങ്ങളും എല്ലാം ഒരു മുതിർന്ന മനുഷ്യന്റെ വലിയ മാനസിക വ്യാപാരങ്ങളിലൂടെ പോകുന്നതായിരുന്നിരിക്കെ വളരെ കൗമാരത്തിൽ തന്നെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. എപ്പോഴായിരുന്നു ആദ്യം കണ്ടതെന്നുള്ളത് ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തിന്? സരസ്വതി ടീച്ചറുടെ കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ ശിഷ്യനാണ്. 83 മുതലായിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്സസ്. അപ്പോൾ ഞാൻ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് എല്ലാ വീക്കെൻഡ്സിലും പോകും ക്ലാസ്സിന്. അപ്പം MT സാറിൻ്റെ ഭാര്യയാണ്. MT സാർ ഇസ് എ ഗ്രേറ്റ് മാൻ, അതൊക്കെ അറിയാമെന്ന്. പക്ഷേ അവിടെ നൃത്ത പഠനമായിരുന്നു. ടീച്ചറുമായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള ചിട്ടയോടുകൂടിയുള്ള പരിശീലനം നടക്കുന്ന ഒരു കാലം. അപ്പം അതിൻ്റെ സീരിയസ്നെസ്സും അപ്പം അതിൻ്റെ പെർഫെക്ഷൻ ഇതൊക്കെ ആയിരുന്നു. അപ്പം അന്ന് സിനിമ ആഗ്രഹം മനസ്സിലുണ്ട്. ഏത് കൗമാരക്കാരനെ പോലെയും സിനിമയിൽ അഭിനയിക്കണം, പാട്ട് പാടണം, ഡാൻസ് എല്ലാം ഇതൊക്കെ ഉണ്ട്. പക്ഷേ
എനിക്ക് തോന്നുന്നു 85-84 എനിക്കൊന്ന് സാറ് സജസ്റ്റ് ചെയ്തിട്ട് ഭരതേട്ടനാണ് ആദ്യം ഋഷിശൃംഗന് വേണ്ടിയിട്ട്. വൈശാലി അന്ന് ഋഷിശൃംഗൻ എന്നുള്ള പേരിലായിരുന്നു. സോ അങ്ങനെയാണ് ഒരു ഫിലിം കണക്ഷൻ. അത് കഴിഞ്ഞ് ടീച്ചർ അമ്മേനോട് പറഞ്ഞ് നഗക്ഷതങ്ങളിന് വേണ്ടിയിട്ട് വിനീതൻ്റെ കുറച്ച് പിക്ചേഴ്സ്, ഇത് ഞാൻ പിന്നെ അറിയുന്നത് ആക്ച്വലി. അപ്പം അമ്മ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ അമ്മ കുറച്ച് ഫോട്ടോസ് കൊടുത്തിരുന്നു. സോ അങ്ങനെ ആയിരിക്കണം അദ്ദേഹം ഡിസൈഡ് ചെയ്തത്. ബിക്കോസ് ഞാൻ ഒരു ദിവസം ക്ലാസ്സിന് പോകുമ്പം ടീച്ചർ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഒന്ന് ഹരനെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ വിനീതനൊന്ന് വാസുവേട്ടൻ്റെ കൂടെ അയക്കും. അപ്പം അത് എന്തിനാണെന്നൊന്നും എനിക്കന്ന് അറിയില്ല. അപ്പം MT സാറിൻ്റെ കൂടെ ഞാൻ പോവാണ് ഹരൻ സാറിനെ കാണാൻ. അന്നാണ് ഹരിഹരൻ സാറിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത്. MT സാറിന്റെ കൂട്ടത്തിലാണ് അതിന് അതിന് പോകുന്നത്. മുമ്പ് ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ വീട്ടിൽ കണ്ടതായിട്ട്, മറ്റേ ക്ലാസ്സിന് പോകുമ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത പോകുന്നെങ്കിലും നമ്മൾ കാണലൊന്നുമില്ല. ഇല്ലില്ല. വീട്ടിൽ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോവാ. എപ്പോഴോ ഒരു പ്രാവശ്യം അദ്ദേഹം ആ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് എൻ്റെ നല്ല മെമ്മറിയിലുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഇന്ററാക്ഷനും അങ്ങനെയൊന്നുമില്ലല്ലോ, ബിക്കോസ് ഈസ് എ വെരി സീനിയർ പേഴ്സൺ. സോ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത് ആക്ച്വലി. ബിക്കോസ് ഇപ്പം എന്തായാലും നഗക്ഷതങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നത് ഹരിഹരൻ സാറിനെ കാണാൻ പോകുന്നത് MT സാറിന്റെ കൂടെയാണ്. അതെ. അയ്യോ അല്ല, ആ പോക്ക് ഒരു ഭയങ്കര രസമുണ്ട്. അതായത് അന്ന് കാറ് എന്തോ പ്രശ്നമായി, ഡ്രൈവർ വന്നിട്ടില്ല എന്തോ ഇതായിട്ട് അവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്ന ആരോ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ടുവന്ന് സാക്ഷാൽ MT സാറിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ആ ഓട്ടോയിലാണ്. അന്നേരം സംസാരമൊന്നുമില്ല, പുള്ളി സൈഡിലിരിക്കുന്നുണ്ട്. നേരെ പോയി റിജൻസി ഹോട്ടൽ അവിടുത്തെ. അപ്പോൾ ഹരൻ സാറൊക്കെ റിസീവ് ചെയ്യാൻ വന്നു. അപ്പം അന്ന് ONV കുറുപ്പ് അദ്ദേഹത്തിന് സാക്ഷാൽ MT സാർ നഗക്ഷതങ്ങളുടെ കഥ നെറേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. സോ അത് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായത്. താങ്ക് യു. ഇപ്പൊ പറഞ്ഞതുപോലെ ഹരിഹരൻ എന്നൊരു ലെജൻഡറി ഡയറക്ടറുടെ മുന്നിൽ വെച്ച് ONV എന്ന് പറയുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരനോട് MT വാസുദേവൻ നായർ സാറ് നഗക്ഷതങ്ങളുടെ കഥ പറയുന്നത് നമ്മൾ വളരെ കൗമാരത്തിൽ നേരിട്ടിരുന്ന് കേൾക്കുകയാണ്. 15 വയസ്സിൽ 15. ആൻഡ് അതെന്തോ ഒരു മഹാഭാഗ്യമായിരുന്നു തോന്നുന്നു. ബിക്കോസ് അന്ന് ശരിക്കും അദ്ദേഹത്തിന്റെ കഥകൾക്ക് അങ്ങനെ ഒരു വായന എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ ഒരു വേഷം കിട്ടിയാൽ എല്ലാരും പോയി ചെയ്യല്ലേ ഉള്ളൂ. നടന്മാർക്കൊക്കെ അങ്ങനെ ഒരു കഥാകഥനൊന്നും ഇല്ലല്ലോ ജനറലി. പിന്നെ ഞാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരൻ സാറിന്റെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴായാലും സ്ക്രിപ്റ്റ് വായിക്കാം. ബിക്കോസ് ഇവരുടെ ഇനിഷ്യൽ ഡിസ്കഷനൊക്കെ MT സാറുമായിട്ട് ഡയറക്ടർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടുന്ന് വന്നിട്ടുണ്ടാവും. അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും അത് MTനോട് ചോദിക്കണം. സോ MT സാറിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾട്ടറേഷൻ വരുത്തേണ്ടി വരില്ല. ബിക്കോസ് എവറിത്തിങ് വിൽ ബി ഓൺ ദ സ്ക്രിപ്റ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അത് 7ാമത്തെ വരവിന്റെ സമയത്തൊക്കെയാണ് നാളെ ഒന്ന് MTനോട് അതിലെന്തോ ഗാഡ്ജറ്റ്സിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഈ iPadഉം ഇതും. സോ അത് MT സാറിന്റെ അപ്രൂവലിന് ശേഷം മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യൂ. സോ അങ്ങനെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് there was only സ്ക്രിപ്റ്റ് റീഡിങ്. വി ഹാഡ് ടു റീഡ്. നമ്മൾ പഠിച്ച് ആ ഡയലോഗ് എല്ലാം മെമ്മറൈസ് ചെയ്യണം. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അല്ലാതെ MT സാർ നേരിട്ട് ഇനി സീനിയർ ആക്ടേഴ്സിന് അദ്ദേഹം നേരിട്ട് കഥ നറേറ്റ് ചെയ്യണമെന്ന് എനിക്കല്ല. പക്ഷെ ഞങ്ങളുടെ എസ്പെഷ്യലി ഞാനൊക്കെ അപ്കമിങ് ആക്ടേഴ്സ് ആയിരുന്നു, യങ്സ്റ്റേഴ്സ്, അങ്ങനെ ഒരു ഇന്ററാക്ഷൻ. അല്ല, ഇപ്പൊ നമ്മള് പറയുന്നത് നഗക്ഷതങ്ങളെ കുറിച്ചാണല്ലോ. അതെ. അപ്പൊ എന്റെ അറിവ് തെറ്റാണ്. ഇടനിലങ്ങളായിരുന്നില്ലേ? ഇടനിലങ്ങൾ എന്റെ ആദ്യത്തെ പടം. ഇടനിലങ്ങൾ കഴിഞ്ഞ് ഈ പടം വന്നു നഗക്ഷതങ്ങളായിട്ടാണ്. നഗക്ഷതങ്ങളില് ഹരൻ സാർ കാസ്റ്റ് ചെയ്യുന്നത് രാമു എന്ന് പറയുന്ന കഥാപാത്രം. അന്നുമൊക്കെ ഈ സിനിമ ഇപ്പൊ നമ്മൾ നഗക്ഷതങ്ങളൊക്കെ കാണുകയാണെങ്കിലും വളരെ സാധാരണത്വമുള്ള ആളുകളും ഈ ഒരു ട്രാജിക് എൻഡിങ് എന്ന് പറയുന്നത് ഒരുപാട് കഥകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഒരു നഷ്ടപ്രണയം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്റൻസ് ആയിട്ട് ആ ഇമോഷൻ വളരെ ഇന്റൻസ് ആയിട്ടുള്ളൊരു പരിപാടിയിലാണ് അത് നിൽക്കുന്നത്. നഗക്ഷതങ്ങളുടെ അവസാനവും രാമു ട്രെയിനിന് ആത്മഹത്യ ചെയ്യുന്ന അല്ലേ. ശരിക്കും രാമുവിന് 2 ഓപ്ഷൻ ഉണ്ട്, 2 പെൺകുട്ടികളുണ്ട് ജീവിതത്തിൽ. അതിന്റെ ഒരു ബിക്കോസ് ഹി ഡസന്റ് വാണ്ട് ടു മേക്ക് ദം അൺഹാപ്പി. ലക്ഷ്മിയും ഗൗരിയും ഉണ്ട്. 2 എക്സ്ട്രീമാണ്. ഒരിടത്ത് ഒരു കുറെ മെറിറ്റ് ഉണ്ട്, പക്ഷെ സംസാരിക്കില്ല അല്ലെ. ഒരിടത്ത് അത്രയും ഇതല്ല. അതൊക്കെ വളരെ മനോഹരമായി. അത് ആ ക്യാരക്ടറൈസേഷൻസ് ആയാലും ഇത് തമ്മിലുള്ള ബോണ്ടിങ്
ഇവരുടെ ഫീലിങ്സ്, ആ ഹ്യൂമൻ ഫീലിങ്സ് ആയിരുന്നു MT സാർ എലിവേറ്റ് ചെയ്യുന്നത്. അന്ന് ഇതിന്റെ പാട്ടുകളിലൊക്കെ അദ്ദേഹം ഇടപെടുന്നതായിട്ടൊക്കെ അറിയാമല്ലോ. അദ്ദേഹത്തിന് ഉറപ്പായിട്ട് സാഹിത്യമായിട്ടൊരു വലിയ ബോധ്യങ്ങളുണ്ട്. ചില പടങ്ങളിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അതില് സജഷൻസ് ഒക്കെ ഇല്ല, ഞാൻ ഇതൊക്കെ ഹരിഹരൻ സാറൊക്കെ പറഞ്ഞു കേട്ടുള്ള, ബിക്കോസ് ഞങ്ങൾക്കൊന്നും MT സാറായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷനോ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ദൂരത്ത് കാണും, അദ്ദേഹം വരുമ്പം നമസ്കരിക്കും, അനുഗ്രഹം വാങ്ങും, ഇത്രയേ ഉള്ളൂ. ദർ ഇസ് നോ ഇന്ററാക്ഷൻ. പക്ഷെ ഹരൻ സാർ പല പല കാര്യങ്ങളും പിന്നെ ഇപ്പൊക്കെയാണ് ഹരൻ സാറൊക്കെ ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അന്ന് നമ്മൾ ചെറിയ കുട്ടികളല്ലേ, ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സോങ്ങിന്റെ ഷോട്ട് വെച്ച് അവിടെ പോയി അദ്ദേഹം പറഞ്ഞുതരും, അത് ചെയ്യാൻ വരിക. പക്ഷെ ഡെഫിനറ്റ്ലി എല്ലാ ഡിസ്കഷനും ഷൂട്ടിങ്ങിന് മുമ്പ് തീരുമെന്ന് ഹരൻ സാർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു എന്താ പറയുന്നത്, സാഹിത്യപരമായിട്ടുള്ള ഒരു മൂല്യമുണ്ടല്ലോ. അതെ, അതിന്റെ സംഭാഷണങ്ങളിൽ അതിലെ കഥാപാത്രങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും അവരുടെ സംസാര ശൈലി കൊണ്ടുമൊക്കെ അവർ പുലർത്തുന്ന ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് പറയാം, അത് പാട്ടുകൾക്ക് വരുന്നുണ്ട്. ഉണ്ട്. അല്ല, അതെല്ലാം കേവല മർത്യ ഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് ഞാൻ. അതിനകത്തൊക്കെ ഒരു കഥയുമായിട്ടുള്ള ഇഴചേർന്ന് കിടക്കുന്ന, ആരെയും ഭാവഗായകനാക്കുന്നു വരുന്നതിനകത്തൊക്കെ ഉണ്ടല്ലോ. അതിനകത്തും മോനിഷയ്ക്ക് നാഷണൽ അവാർഡാണ്, അതെ, ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ MT സാറിന് അങ്ങനെ ഒരു വലിയ മെറിറ്റ് ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പടങ്ങളിൽ വർക്ക് ചെയ്ത് പോകുന്ന ആളുകൾക്ക് ഈ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഏജൻസി ആയിരുന്നു. സത്യം. എത്ര MT സാർസ് ഹൗസ്, ഞാൻ ക്ലാസ്സിന് പോകുമ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു മോർ ദാൻ 25-30 സ്റ്റേറ്റ് അവാർഡ്സ്, നോട്ട് റോങ്. അത് ആ വിഷ്വൽ എനിക്ക് ഓർമ്മയുണ്ട് രമേശ്. അതായത് ക്ലാസ് സാറിന്റെ ലിവിംഗ് റൂമിലായിരുന്നു ടീച്ചർ എടുക്കുക. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ എല്ലാ അവാർഡ്സും ഇങ്ങനെ ഞാന് സാധാരണഗതിയിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോ ഇവിടെ വരുന്ന പല ആളുകളുടെയും പ്രൊഫൈൽ വഴി ഒരു യാത്ര നടത്തും. എനിക്ക് എന്തെങ്കിലും പറയണേം ചോദിക്കുകയൊക്കെ വേണമല്ലോ. അത്രയൊക്കെ യാത്ര നടത്തി നമ്മൾ പറഞ്ഞു പോയാലും ഇതിന്റെ ഒരു ടെലികാസ്റ്റിന് ശേഷം വഴി വെച്ചോ അല്ലെങ്കിൽ കമന്റുകളിലോ മറ്റു സ്ഥലങ്ങളിലോ വെച്ച ആൾക്കാർ പറയും, നിങ്ങൾ അയാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് പറയണമായിരുന്നു, നിങ്ങൾ ഇത് ചെയ്തില്ല. നിങ്ങൾ ഇന്നയാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പം ഇന്നത് പറയണമായിരുന്നു, അത് ഉണ്ടായില്ല എന്നൊക്കെ പറയും. ഒരു പക്ഷേ പ്രേക്ഷകരോട് ഇപ്പോഴേ പറയാം, അങ്ങനത്തെ പരാതികളുടെ ആധിക്യം MT വാസുദേവൻ നായരെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്താൽ ഉണ്ടാകും. കാരണം ഒരു എപ്പിസോഡ് കൊണ്ട്, ഒരു 4 എപ്പിസോഡ് കൊണ്ടോ മുഴുവൻ കാണാപ്പാഠം പഠിച്ച് അതിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഞാനെന്നല്ല, ഏത് വലിയ ആള് വന്നാലും അസാധ്യമാണ്. അത്രയും കാലത്തെ അത്രയും വലിപ്പമുള്ള 7 നാഷണൽ അവാർഡ്, ഒരു 18 സ്റ്റേറ്റ് അവാർഡ്, അന്തർദേശീയ അവാർഡുകളുടെ ഒരു കൊല വേറെ, ക്രിറ്റിക്സ് അവാർഡുകൾ വേറെ, അങ്ങനെ ഒരു യുഗം തന്നെയായിരുന്നല്ലോ. ഒരു പ്രദേശമുണ്ട്. ഇത് മുഴുവൻ പഠിച്ച ഒരു എപ്പിസോഡിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വല്ല നമ്മൾ എത്ര നേരം പറഞ്ഞാലും അതിന്റെ ഒരു അറ്റത്തൊരു കഷ്ടമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നതും ചെയ്യുന്നത് തന്നെ. നിങ്ങളിപ്പോൾ ഈ ഭയഭക്തി ബഹുമാനം എന്നുള്ളത് പറഞ്ഞില്ല. സാധാരണ ഈ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, മലയാളത്തെ വലിയ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒന്നിനെ സ്നേഹിക്കാൻ മറ്റൊന്നിനോട് ദേഷ്യം വേണമെന്നൊരു തത്വം പൊതുവെ എഴുതപ്പെടാതെ ഉണ്ട്. അവർ ഇംഗ്ലീഷിനോടും അല്ലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടും ഒക്കെ ചെറിയൊരു അകലം സൂക്ഷിക്കും. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള MT സാർക്ക് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ലോക ക്ലാസിക്കുകൾ വായിക്കുക എന്നുള്ള ഈ അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന സംഭവം, അദ്ദേഹത്തിന്റെ വിയോഗത്തിനൊക്കെ കുറച്ച് മുമ്പ് അദ്ദേഹം വായിച്ച ഒരു പുസ്തകം എന്നും പറഞ്ഞിട്ട് 2ാം ലോക മഹായുദ്ധത്തെ കുറിച്ചോ മറ്റുള്ളൊരു പുസ്തകം മമ്മൂക്കയ്ക്ക് ഗിഫ്റ്റ് ചെയ്തു. അത് മമ്മൂക്കയുടെ മോള് സുറുമിയാണ് വായിച്ചത്. അപ്പോൾ സുറുമി അത് വായിച്ചിട്ട് പറഞ്ഞാൽ ഇത് ഉഗ്രം ബുക്കാണ്, വളരെ അപ്പയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഇത് MT സാർ തന്നതാണെന്ന് പറഞ്ഞപ്പം മമ്മൂക്ക എന്നിട്ട് പറയുകയുണ്ടായി, എൻ്റെ മകള് ഇപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ബുക്കാണ് അയാൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അതിന്റെ ഒരു കണക്ഷൻ ആലോചിച്ച് നോക്കണം. ആ ലെവലിൽ നിൽക്കുന്ന പരിപാടികളായിരുന്നു. അതെ. ഇനി ഇപ്പോൾ ഒരു സിനിമയും കൂടെ പറയണം. നമ്മളിപ്പം വർത്തമാനകാലത്തില് ഈ റാഗിങ് എന്ന് പറയുന്നത്, കഴിഞ്ഞ കൊല്ലം ഒരു മരണം ഉണ്ടായി, ഇത്തവണ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നു. റാഗിങ് ഒക്കെ അതിന്റെ എക്സ്ട്രീമിൽ എത്തിയിട്ടുള്ള പരിപാടികൾ നടക്കുമ്പം അമൃതം ഗമയ എന്ന് പറയുന്ന ഒരു പടം ആ കാലത്ത്, അതും അതിന്റെ അതിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റവും എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മനോഹര സിനിമയായിരുന്നു. ലാലേട്ടന്റെ ക്യാരക്ടർ ആയാലും ഉണ്ണികൃഷ്ണൻ ഞാൻ ചെയ്തത് ഉണ്ണികൃഷ്ണൻ, ആ റാഗിങ് സീക്വൻസ്, റാഗിങ്ങില് പെട്ടുപോകുന്ന അതെ. അത് ഒരു നൈറ്റ് കൊണ്ടാണ് ആ ഫുൾ സീക്വൻസ് ഹരിഹരൻ സാർ തോളത്ത് കയറുന്നതും അതുമല്ല. ആ ഫുൾ സീക്വൻസ് ഒറ്റ രാത്രി കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. മദ്രാസ് YMCAയിലാണ് എൻ്റെ ഒരു ഓർമ്മ. അതും ലാലേട്ടൻ ആ യങ് ഗെറ്റപ്പിന് വേണ്ടി അദ്ദേഹം ജിൻഡാലിൽ പോയി ഭയങ്കര ഫിസിക്കലി
രൂപമാറ്റം വരുത്തിയിട്ട് 3 ചെയ്ത. ഗെറ്റപ്പാണ് അദ്ദേഹത്തിന് അതിൽ. അതെ, ആ സിനിമയിൽ അതായത് കോളേജ് യങ് ബോയ് ഗെറ്റപ്പിന് വേണ്ടി അദ്ദേഹം ഫിസിക്കലി ട്രാൻസ്ഫോം ചെയ്ത് വന്ന ഒരു സീക്വൻസ് ആയിരുന്നു അത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ ഷൂട്ട് ചെയ്തതും. ആൻഡ് അവിടെ എല്ലാം ഈ ക്രാഫ്റ്റ് ആണല്ലേ ഹരൻ സാർ ഈ ആക്ടേഴ്സിനെ മോൾഡ് ചെയ്തത്. അതൊരു അനുഭവം. അവരുടെ ഒരു കോമ്പിനേഷൻ അതുപോലെയായിരുന്നു. എഴുത്തും സംഭാഷണങ്ങളും ഒരു വശത്ത് വളരെയധികം ഈ നമ്മളെ ഒരു പ്രാദേശികമായി നമ്മുടെ നാട്ടുഭാഷയിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വടക്കുംവീരാത പോലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുന്നു. അതിൽ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മളിവിടെ ചായ കുടിച്ചോ വെള്ളം പിടിച്ചോ എന്നുള്ള പോലത്തെ ഒരു വർത്തമാനം അതിനകത്തില്ല. വേറൊരു പ്രദേശത്ത് അത്രയും ഗ്രാമീണമായ നാട്ടുഭാഷകളുള്ള കൊളോക്കിയലായിട്ടുള്ള ഭാഷയിലുള്ള തിരക്കഥകളും എഴുതുന്നു അല്ലേ? ആ കാലത്തെ കൗമാരത്തിന്റെയും കോളേജിന്റെ ഒക്കെ കഥകളല്ലേ എഴുതിയിരുന്നത്. അല്ല, ഈവൻ സാറിന്റെ ഏത് പടത്തിലെ സംഭാഷണങ്ങൾക്കും ഒരു കവിത്വം ഉണ്ടായിരുന്നു. അതുപോലെ അത് എത്ര സാധാരണ കാഷ്വൽ ഡയലോഗ്സ് ആണെങ്കിലും അതിൽ ഭയങ്കര ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട് വേണം ആക്ടർ ഡയറക്ടറെ കൊണ്ട് ഡയറക്ടർ ആക്ടേഴ്സിൽ നിന്നും ആ പെർഫോമൻസ് എടുക്കേണ്ടത്. അതുപോലെ അതിന്റെ മോഡ്യുലേഷൻ അതൊക്കെ ഹരൻ സാർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തതും. എനിക്ക് കൃഷ്ണേന്ദ്രേട്ടനാണ് ഡബ് ചെയ്തത് MT സാറിന്റെ മോസ്റ്റ് ഓഫ് മൈ ക്യാരക്ടേഴ്സ്. അദ്ദേഹത്തിന്റെ വോയിസിലൂടെയാണ് ആ സംഭാഷണങ്ങൾ വരുന്നത് എന്നുള്ളത് ഞാൻ ഇന്നും നന്ദിയോടെ സ്മരിക്കും. ബിക്കോസ് ആ ക്യാരക്ടേഴ്സ് ഇന്നും ഇപ്പം പരിണയത്തിലെ മാധവനായാലും, ഏഴാമത്തെ വരവിലെ പ്രസാദ്, നക്ഷത്രങ്ങളിലെ രാമു, ആരണ്യകത്തിലെ മോഹൻ, ഇതെല്ലാം MT സാറിന്റെ വളരെ ഇന്റൻസ് ആയ കഥാപാത്രങ്ങളാണ്. അതിന്റെ മാധവൻ ഒന്നും അങ്ങനെ പറഞ്ഞു പോകേണ്ടതല്ല, ഒരു വരിയും കൂടെ പറയാനുണ്ട് അതിനെ കുറിച്ചല്ല. ചെറുകഥകളുടെ അതിന്റെ ഗ്രാഫ് എടുത്താലും, നോവലെറ്റുകൾ എടുത്താലും, നോവൽ എടുത്താലും, സിനിമകളുടെ തിരക്കഥ എടുത്താലും എല്ലാത്തിലും കടൽ പോലെ കിടക്കുകയാണ്. എവിടെ ചെന്ന് കണ്ടാലും കടൽ പോലെ കിടക്കുകയാണ്. ഒപ്പം അദ്ദേഹം പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാലും സ്വന്തം അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്രപ്രവർത്തകൻ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുമുണ്ട്. അല്ല, MT സാറിന്റെ ഡയലോഗ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ്, ഇപ്പം എൻ്റെ ഒരു ഹമ്പിൾ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ മെമ്മറൈസ് ചെയ്യും. അതിൽ ഒരു വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഋതുഭേദത്തിലെ അതിലെ ക്ലൈമാക്സിൽ ഒരു വെരി ഇൻറ്റൻസ് സീക്വൻസ് ഉണ്ട്. അതിൽ ഈ മൂപ്പിൽ നായർ, അതായത് തിലകേട്ടൻ ചെയ്യുന്ന മൂപ്പിൽ നായരുടെ മകളാണ് തങ്കമണി, മോനിഷ, ദേവും തങ്കമണിയും. അപ്പോൾ ഈ കേശുവിന് തങ്കമണിയോടൊരു ഇഷ്ടമുണ്ട്. അവിടുത്തെ ഒരു ജോലിക്കാരിയുടെ മകനാണ് ഈ കേശു. അപ്പം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. അപ്പം അവസാനം ഈ ഓഹരി, അതിൻ്റെ ആ കഥയുടെ ഒരു അംശം പറയാം, എന്നാലേ ആ ഡയലോഗ് കണക്ട് ചെയ്യാൻ പറ്റൂ. ഈ ഓഹരി വരുമ്പം അവിടെയുള്ള മുരളിച്ചേട്ടൻ ചെയ്ത പ്രാന്തൻ അപ്പു, അയാൾക്കാണ് ഇതിൻ്റെ ഭീമമായ ഒരു ഇത് കിട്ടുന്നത്. അപ്പം ഈ മൂപ്പിൽ നായർക്ക് അത്യാഗ്രഹം കൊണ്ട് മകളെ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അവൾക്കൊട്ടും താല്പര്യമില്ല. മാനസിക നില ശരിയില്ലാത്ത മനുഷ്യനാണ്. എപ്പോഴും ഒരു കത്തിപ്പാരയും വെച്ച് നിധിയുണ്ടെന്ന് പറഞ്ഞിങ്ങനെ. അപ്പം അതിൻ്റെ ക്ലൈമാക്സിൽ ഈ വേണുചേട്ടൻ ചെയ്യുന്ന കൃഷ്ണനുണ്ണിയും മേനൻ സാർ ചെയ്യുന്ന മാഷിന്റെ ക്യാരക്ടറൊക്കെ ആയിട്ട് ഈ കേശുവിനെയും കൊണ്ട് ഇവിടെ വരും ഈ കല്യാണം നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പം മൂപ്പിൽ നായർ കോപിഷ്ഠനായിട്ട്, അപ്പം ഭ്രാന്തൻ അപ്പുവിനേക്കാൾ എത്രയോ ഭേദമാണ് കേശു എന്ന് പറയുമ്പം, നിന്നോടാരും പറഞ്ഞില്ലേടാ എന്ന് ചോദിക്കും. ആര്? തിലകേട്ടൻ. മൂപ്പിൽ നായരുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഇവരാരാ നിനക്ക് എന്ന് ചോദിക്കും. രമേശിന് ഇപ്പം ആക്ച്വലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും തിലകേട്ടൻ്റെ ആ പെർഫോമൻസ്. നീയും എൻ്റെ മകനാണെന്ന് ആ തള്ള പറഞ്ഞില്ലേടാ ഉരുമ്പട്ടോള് എന്ന് ചോദിക്കും. അപ്പൊ ഈ കേശു അതായത് എൻ്റെ സിസ്റ്ററാണ്. അതെ, ഇവ തരിച്ചു പോന്നിട്ട് അവിടെ ഒരു സംഭാഷണമുണ്ട്. അതായത് ഹെൽപ്ലെസ് ആയിട്ട് ഈ കേശു, അത് മനോഹരമായിട്ട് കൃഷ്ണേന്ദ്രേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പം ഞാനാണ് പെർഫോം ചെയ്തെങ്കിലും അവിടെയാണ് ആ ഡബിങ്ങിൻ്റെ ഇറ്റ് മേക്സ് ഇറ്റ് സോ സോൾഫുൾ. കേശു പറയും, ഇല്ല ആരും പറഞ്ഞില്ല. എന്നാൽ ഞാനിപ്പോൾ പറയുന്നു, ഇനി അതിൻ്റെ ഓഹരി ചോദിക്കണം എന്ന് നിനക്കുണ്ടോടാ നായെന്ന് ചോദിക്കും മൂപ്പിൽ നായർ. അപ്പോൾ ഒരു ഡയലോഗ് ഉണ്ട് ഇവൻ്റെ, ഓഹരി ചോദിക്കാൻ വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം വരില്ല. ലുക്ക് അറ്റ് ദ റിപ്പിറ്റേഷൻ, വരില്ല എമ്മാൻ, എനിക്ക് വേണ്ട, സത്യം. ഈ ഡയലോഗ് യു കനോട്ട് ടേക്ക് എ വേർഡ് ഫ്രം ദാറ്റ്. ഇത് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രചനയിൽ വാക്കുകൾക്കിടയിലെ വിടവുകൾ സംസാരിക്കും. അങ്ങനെ ഇപ്പൊ ഈ ഡയലോഗിലൊക്കെ എങ്ങനെയാണ് ഇതിനൊരു മുഴുവൻ ഒരു പരസ്പരം കോർത്തിട്ടില്ലാത്ത കുറെ വാക്കുകൾ അടുക്കിയിരിക്കുകയാണ്. പക്ഷെ അതിന്റെ വിടവുകൾ അതിനെ ലിങ്ക് ചെയ്യുന്നു ഇതുപോലെ. എന്നിട്ട് അതില് ഞാൻ ട്രഷർ ചെയ്യുന്നൊരു ഡയലോഗ് ഇത്, അതാണ് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ദിസ്. അത് കഴിഞ്ഞിട്ട് MT സാർ എഴുതിയിട്ടുണ്ട്, പറയാമായിരുന്നു അടുക്കള മുറ്റത്ത് എച്ചിലിന് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു, ആർക്കെങ്കിലും. എന്നോടായിട്ടെങ്കിലും പറഞ്ഞില്ലല്ലോ ഏമാൻ.
എന്നിട്ട് ഇവൻ കാല് തൊടാൻ പോകുമ്പോൾ ഈ 34 ഇവനെ ചവിട്ടി ഇതാക്കും. മാറ്റുന്നുണ്ടോ അവനെ എടുത്ത് കൊണ്ടുപോകപ്പെടുന്നെന്ന് പറയുമ്പം ഇവൻ ഈ 34 നോക്കിയിട്ട് പറയും, പെങ്ങളെ അറിയാതെ മോഹിക്കാൻ ഇടവരുത്തിയല്ലോ ഏബാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്തിപ്പായെടുത്തിട്ട് ഇയാൾ അടിച്ച് കൊല്ലുന്നത്. കൊന്നു കഴിഞ്ഞിട്ട് ഇവൻ പറയും, കാവടിയാട്ടക്കാരൻ ശങ്കരനാണ് എൻ്റെ തന്ത, ഇനിയൊരു തന്ത കൂടി വേണ്ട താഴത്തെ വെളുപ്പിൽ കേശവന്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഡയലോഗ്. സോ ഞാൻ ഇന്നും ആ ഡയലോഗ്, ലുക്ക് അറ്റ് ദ പവർ ഓഫ് ദറ്റ് റൈറ്റിംഗ്, അതിൻ്റെ ദറ്റ് ഭാഷയുടെ ഭംഗി, ഹൗ ഇറ്റ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്. ആൻഡ് ആസ് ഏത് ആക്ടേഴ്സ്, സമയത്ത് അല്ല അതെ, ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്കതൊരു വലിയ പഠനാനുഭവമായിരുന്നു. എനിക്ക് എസ്പെഷ്യലി ബിക്കോസ് ഓരോ പടത്തിലും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നതോടുകൂടി എന്താണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ, അതിൻ്റെ ഹൗ യു ഹാവ് ടു. ഹരിഹരൻ സാറിൻ്റെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തതിൽ 5 പടങ്ങളും ഹരിഹരൻ സാർ ഡയറക്ട് അതേ ചെയ്തതാണ്. കൂട്ടുകെട്ടിലാണ് വന്നത്. പ്രതാപോത്തൻ ഋതുഭേദം, പ്രതാപോത്തനാണ്, ശശിയേട്ടൻ ഇടനിലങ്ങൾ, രഞ്ജിത്തേട്ടൻ കടുകന്നാവ്. വിനീതേട്ട, ഈ അവസരത്തിൽ ഒരാളെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നർത്തകിയാണ്, ചലച്ചിത്ര നിർമ്മാണ മേഖലകളിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ 2 വിശേഷണങ്ങൾക്കുമൊക്കെ അപ്പുറം ഇന്ന് MT വാസുദേവൻ നായർ എന്ന ആ അതുല്യനായ എഴുത്തുകാരൻ ഇവിടെ സ്മരിക്കപ്പെടുമ്പോൾ എത്തേണ്ട ഒരാൾ തന്നെയാണ്. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയപ്പെട്ട MT സാറിന്റെ മകൾ അശ്വതിയെ സ്വാഗതം ചെയ്യുന്നു. അശ്വതി. സ്വാഗതം ഒരിക്കൽ കൂടി. താങ്ക് യു. അച്ഛന്റെ ഒരു ഈ എഴുത്ത് മേഖലയിൽ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വലുപ്പം, എത്ര വലിയ ആളാണ് അച്ഛൻ എന്നുള്ളത് ഏതാണ്ട് ഏത് പ്രായത്തിലായിരിക്കും മനസ്സിലായി തുടങ്ങിയത്? കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴാണ്. എന്താന്ന് വെച്ചാൽ അതുവരെ അച്ഛൻ എഴുതാറുണ്ട്, മാതൃഭൂമിയിൽ പണിയെടുക്കണു, അപ്പോൾ പത്രപ്രവർത്തകനാണ്. പിന്നെ സിനിമയ്ക്ക് എഴുതാറുണ്ട്, ഇടയ്ക്ക് ഡിസ്കഷനൊക്കെ ആർട്ടിസ്റ്റും ഡയറക്ടേഴ്സൊക്കെ വരുന്നു. അപ്പോൾ അത്രേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഈ 8ാം ക്ലാസ്സിൽ അച്ഛൻ എഴുതിയ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോഴാണ് ശരിക്ക് ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മളെ നോക്കും, കൂടെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ നോക്കും. അപ്പോൾ ആദ്യം ഇതൊരു വല്ലായ്മയായിരുന്നു. പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഒരു റിയലൈസേഷൻ, ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് റിയലൈസേഷൻ അപ്പോഴാണ്. പിന്നെ കുറേ കൂടി കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അച്ഛന് ജ്ഞാനപീഠം കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്വീകരണങ്ങളായിരുന്നു. പലതിനും ഞങ്ങളും കൂടെ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തും ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സാഹിത്യകാരൻ്റെ വലുപ്പം എന്താണെന്നുള്ളത് ശരിക്കും എനിക്ക് ഒരു ധാരണയാവുന്നത്. ലളിത ജീവിതം നയിക്കുന്നതിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഈ വലുപ്പത്തിന്റെ ഒരു ആഘോഷം അദ്ദേഹം നടത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ജീവിതശൈലി തന്നെ വളരെ ലളിതമാണ്. നമ്മളുടെ നിത്യ ജീവിതം ഒരിക്കലും ആർഭാടങ്ങളോട് താല്പര്യമുള്ള ആളായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവരൊക്കെ വന്ന വഴി അതായത് കൊണ്ടാവാം. ആർഭാടം ഒട്ടും ഇഷ്ടമല്ല. എന്നോട് ഒരിക്കൽ പറഞ്ഞത്, വി ആർ നോട്ട് റിച്ച്, വി ആർ ഓൺലി മാനേജിങ്. ഈ ഒരു വാക്ക് എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ തലയിലുണ്ടാവും. എന്നുവെച്ചാൽ അത് ആണി അടിക്കണ പോലെയായിരുന്നു. അതൊരു നമുക്കുള്ളൊരു പാഠമാണത്. ഒരിക്കലും നമുക്കുള്ളതിനെ വെച്ച് നമ്മൾ ആലോചിച്ച് നമ്മൾ ഭ്രമിക്കരുത് എന്നുള്ളത്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മളൊക്കെ വളർന്നതും. ഒന്നിനോടും അങ്ങനെ ഒരു ആകെ ഒരു എന്താ പറയുക, ഭ്രമം എന്നുള്ളത് പുസ്തകങ്ങളോടാണ്. അതെത്ര കിട്ടിയാലും എത്ര വായിച്ചാലും മതിയാവില്ല. അതല്ലാതെ ഒരു കാര്യത്തിനോടും അങ്ങനെ ഒരു ഭ്രമം അല്ലെങ്കിൽ ഒരു ആർഭാടം കാണിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കാലത്തും. നമുക്ക് മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട നടി, നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നടി, ബഹുമാനപ്പെട്ട സീമ ചേച്ചി. MT സാറിനെ ആലോചിക്കും. വാസുവേട്ടനെ കുറിച്ച് പറയുമ്പം
എന്താ പറയുക, പുള്ളി മരിച്ചപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. മുഴുവനും ടി വിയിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. ഒരുപാട് 9 പടം പുള്ളിക്കാരൻ്റെ പടം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. പുള്ളീൻ്റെ പടം സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ പറ്റിയതിൽ നല്ലൊരു നഷ്ടമാണ് സിനിമ രംഗത്ത്. അങ്ങനെ വാക്കുകളില്ല എനിക്ക് പറയാനൊന്നും. ഏതായാലും ഇങ്ങനെ പറയാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നന്ദി ഏട്ടാ, നന്ദി നന്ദി നന്ദി. ചേച്ചിയൊക്കെ വളരെ വൈകാരികമായിരുന്നു. നമ്മളിത് ചെന്ന് ചോദിച്ചപ്പം ഒരു കാലഘട്ടം മുഴുവൻ ഓർക്കുകയും ആ കാലഘട്ടത്തെ സിനിമകളെ കുറിച്ചുള്ള ഓർമ്മകളും എല്ലാമായിട്ട്. നവതി ആഘോഷത്തിന് വന്ന് അശ്വതി ഇല്ല അന്ന്. ഇല്ല, ഞാൻ നവതി ആഘോഷത്തിന് MT സാറ് ഇരിക്കുന്നുണ്ട്. ചേച്ചി തുഞ്ചമ്പറമ്പിൽ ബൈക്കിൽ വന്നിട്ട് ഓൾ ഓഫ് എസ് നമ്മളെല്ലാം ഭയങ്കര ഓവർവെൽഡ് ഇമോഷണൽ മൂമെന്റ് ആയിരുന്നു. ബിക്കോസ് അദ്ദേഹം സാക്ഷാൽ MT സാർ മുമ്പിൽ ഇരുന്ന് കാണുകയാണ്. അദ്ദേഹത്തിന് മുമ്പിലാണ് ഈ എക്സ്പീരിയൻസ് ടീച്ചറും ഉണ്ട്. അപ്പൊ സീമ ചേച്ചി വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഷീ ജസ്റ്റ് ബേസ്റ്റ് ഔട്ട്. എന്നിട്ട് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം നമസ്കരിച്ചു. ബിക്കോസ് ദ കൈൻഡ് ഓഫ് റോൾസ് ക്യാരക്ടേഴ്സ് സീമ ചേച്ചി ഹസ് പോർട്രേറ്റ് ഓൾ ടൈം ക്ലാസിക്സ്. ഈ നോവല്, ചെറുകഥ, കഥകൾ എന്നൊക്കെ പറയുന്നതിന്റെ എഴുതുന്നതിന്റെ ഒരു ആഖ്യാന രീതിയിൽ നിന്നും വലിയ വ്യത്യാസമുള്ള ഒന്നാണ് സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത്. സിനിമയുടെ തിരക്കഥ അതിനെ സീനായിട്ട് ഡിവൈഡ് ചെയ്യുകയും സീനിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ദൃശ്യഭാഷ എഴുതേണ്ട ഉത്തരവാദിത്വം എപ്പോഴും തിരക്കഥാകൃത്തിനും കൂടിയിട്ടുള്ളതാണ്. ഈ തിരക്കഥയിലോട്ട് സ്വിച്ച് ചെയ്ത അത് എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടോ? ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സാറ് ഏർലി മോർണിംഗ് ആണ് എഴുതാന്ന് ഒരു പ്രാവശ്യം ടീച്ചർ. ഇതൊക്കെ ഞങ്ങൾക്ക് ടീച്ചറിലൂടെയും ഹരിഹരൻ സാറിലൂടെ ഒക്കെയാണ് MT സാറിന്റെ ലൈക്ക്. ഹരിഹരൻ സാർ ഇന്ന് വരാൻ നേറ്റിരുന്നതാണ്. പക്ഷെ ചില സാങ്കേതികമായ കാരണം കൊണ്ട് അദ്ദേഹം എത്താൻ പറ്റിയില്ല. കുറെ കാര്യങ്ങൾ ഇത് ചോദിക്കായിരുന്നു. ആക്ച്വലി വളരെ വിമുഖതയോട് കൂടിയിട്ടാണ് അച്ഛൻ സിനിമ ആദ്യം എഴുതുന്നത്. അത് ശോഭന പരമേശ്വരൻ നായർ നിർമ്മാതാവ്. പരമോങ്കള് നിർബന്ധിച്ചത് കൊണ്ടാണ് മുറപ്പെണ്ണ് ആദ്യം എഴുതുന്നത്. 63 മറ്റാണ്. താല്പര്യമില്ല. ഞാൻ എഴുതിയാ ശരിയാവില്ല എന്നൊക്കെയാണ് അത്ര ആദ്യം പറഞ്ഞത്. പിന്നെ പരമോങ്കള് നിർബന്ധിച്ചത് കൊണ്ട് എഴുതി കൊടുത്തു. പിന്നെ അത് വളരെ സക്സസ്ഫുൾ ആയി. പിന്നെ അതിനുശേഷം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം വളരെ റിലക്റ്റൻ്റ് ആയിട്ടാണ് ആ മീഡിയത്തിലേക്ക് അച്ഛൻ കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് അത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ തിങ്ക് ഹി സ്റ്റാർട്ടഡ് ടു എൻജോയ് ഇറ്റ്. പിന്നെ അഡാപ്റ്റേഷൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല ഇപ്പോൾ ഉത്തരം എന്ന സിനിമ റിബേക്കയുടെ അഡാപ്റ്റേഷനാണ്. പക്ഷെ അത് ശരിക്കും അത് എങ്ങനെ വേറൊരു ഭാഷ, വേറൊരു സംസ്കാരത്തിലേക്ക് അതിനെങ്ങനെ മാറ്റുന്നു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതുമല്ല, അദ്ദേഹം ഈ ചെറുകഥകളായി അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള കഥകളെ പിന്നീട് സിനിമയാക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ മുറപ്പെണ്ണ് പോലും സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്ന ആണ്. പൊരുളില്ലാത്ത കിനാവ് എന്ന് പറയുന്നതായിരുന്നു പകൽ കിനാവ് എന്ന് പറയുന്നത്. പള്ളിവാളും കാൽച്ചിലമ്പം എന്ന് പറയുന്ന ഒരു കഥയാണ് നിർമ്മാല്യം സംവിധാനം ചെയ്തു. അപ്പൊ വളരെ കുറച്ച് സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ സംവിധാനത്തിലേക്ക് വരികയാണ്. അതൊരു ഭയങ്കര ധൈര്യമാണ്. ആ സമയത്ത് സിനിമയുടെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കണമെങ്കിൽ ഒരു 10 പടത്തിനെങ്കിലും അസിസ്റ്റന്റായിട്ട് നിന്നും ചീത്ത കേട്ടും വഴക്കേട്ടും ഒക്കെ ഒരാൾ വരേണ്ടടുത്താണ് അദ്ദേഹം നേരിട്ട് സംവിധാനത്തിലേക്ക് വരുന്നത്. അതാണെങ്കിൽ വലിയ വിപ്ലവമായേക്കാവുന്ന ഒരു വിഷയം എടുത്ത് സിനിമയാക്കിയിട്ടാണ് നിർമ്മാല്യം പോലൊരു സിനിമ എന്ന് സംവിധാനം ചെയ്യുന്നത് അല്ലേ? അതിന്റെ നിർമ്മാണവും കൂടി അച്ഛനായിരുന്നു. അപ്പോ നോവൽ ഫിലിംസ്. അതെ. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് പണം ഇടയ്ക്കിടയ്ക്ക് ഇല്ലാതെയാവും. അപ്പം ആ സമയത്ത് അച്ഛന് വളരെ വേണ്ടപ്പെട്ട കോഴിക്കോട്ടെ സുഹൃത്തുക്കളെ വിളിക്കും. അപ്പം അവരാരെങ്കിലും ഇത്തിരി പണം കൊടുത്തയക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷെഡ്യൂളൊക്കെ പൂർത്തിയാക്കിയത്. പിന്നെ കറണ്ട് കിട്ടാനില്ല. അന്ന് ജനറേറ്ററൊന്നും വാങ്ങാനുള്ള പണമില്ല. അപ്പോൾ അത് കൃഷിക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് ശേഷം ആ ലൈനിൽ നിന്ന് കറണ്ട് വലിച്ചിട്ടാണ് പലതും ഷൂട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ MT സാറിനെ കുറിച്ച്
നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ, സൂപ്പർ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ CB മലയിൽ സാർ ഓർക്കുന്നു. എൻ്റെ തലമുറയിൽപ്പെട്ട മലയാളത്തിലെ സംവിധായകരുടെയൊക്കെ വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു MD സാറിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്രതീക്ഷിതമായിട്ട് ആ ഭാഗ്യം യാഥാർത്ഥ്യമായിട്ട് എൻ്റെ മുന്നിലേക്ക് എത്തി. മലയാളത്തിലെ അല്ലെങ്കിൽ വിശ്വസാഹിത്യകാരൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന MD സാർ, അദ്ദേഹത്തിൻ്റെ തൂലിക എൻ്റെ ഒരു ചിത്രത്തിനായി ചലിപ്പിക്കുന്നു എന്നുള്ളൊരു അപൂർവമായ ഭാഗ്യമാണ് എൻ്റെ മുന്നിലേക്ക് എത്തിയത്. ആ തിരക്കഥ എഴുതി പൂർത്തിയാക്കി ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് അദ്ദേഹം തന്നെ എനിക്കത് വായിച്ചു തന്ന് എൻ്റെ അഭിപ്രായങ്ങളെ, സംശയങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എനിക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഭയത്തോടെ തന്നെയാണ് ഞാൻ ആ തിരക്കഥയെ സമീപിച്ചത്. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമയായി സതയത്തെ ഞാൻ വിലയിരുത്തുന്നു. സതയം മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽപ്പെടും എന്നും എനിക്ക് ഉറപ്പുണ്ട്. ആ സിനിമയുടെ ആദ്യ പ്രദർശനം, അതിൻ്റെ എഡിറ്റഡ് വേർഷൻ കണ്ട ശേഷം തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എൻ്റെ തോളിൽ പിടിച്ച് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഇടത്തെ ചുണ്ടിൻ്റെ കോണിൽ വിരിയുന്ന ആ ചിരി തന്നെയാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമായിട്ടും ഞാൻ കരുതുന്നത്. ആ സ്നേഹവാത്സല്യങ്ങളെ ആവോളം അടുത്തു നിന്നും അകലെ നിന്നും ആസ്വദിക്കാനുള്ള മഹാഭാഗ്യവും എനിക്കുണ്ടായി. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളെന്നാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് ദൃശ്യഭാഷ്യം നൽകാൻ സാധിച്ചു എന്നുള്ളത്. സതയവും ഒരു ചെറുകഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ. ശത്രു എന്ന് പറയുന്ന ഒരു ചെറുകഥ പിന്നീട് ചിത്രമാക്കിയതാണ്. അതിൻ്റെ അവസാനമൊക്കെ ചില ഡയലോഗുകൾ, ഭയത്തിൻ്റെ നിറം എന്താണ്, അത് പല നിറങ്ങളിൽ മാറി മാറി വരുമെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില ഡയലോഗുകളും എല്ലാം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ വിനേടുള്ളപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒന്ന് അത്, രണ്ട് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു എഴുത്തുകാരൻ, സംവിധായകൻ എന്നുള്ള നിലയിലാണെങ്കിലും പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലുള്ള ധൈര്യം. PJ ആന്റണി നിർമാല്യം നാഷണൽ അവാർഡ്, മോനിഷ നഖശതങ്ങളെ നാഷണൽ അവാർഡ്, അതിൽ തന്നെ KS ചിത്രയ്ക്ക് അവാർഡ്, ONV കുറുപ്പിന് വൈശാലിക്ക് നാഷണൽ അവാർഡ്, ഓപ്പോൾ ബാലങ്കേ നായർക്ക് അവാർഡ്, എസ് ജാനകിക്ക് ഉണ്ട്. എത്രയോ അവാർഡുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇനിയും കിടക്കുകയാണ്. പിന്നെ ഞാൻ ആ തുടക്കകാലം പറഞ്ഞെന്നുള്ളൂ, പിന്നെ എണ്ണിയാലുണ്ട്. പിന്നെ ഇപ്പം ജാനകി കുട്ടി എടുത്താലും പുതിയ അഭിനേതാക്കൾ എത്രയോ സിനിമകളിൽ വരാൻ പറ്റിയിട്ടുണ്ട്. ഒടുവിൽ രണ്ടാമത് നീലത്താമര വന്നപ്പോൾ പോലും കൈലേഷ് വർച്ചനകവി ഉൾപ്പെടെ പുതിയ ആളുകൾക്ക് ആ കഥയിൽ വരാൻ പറ്റുന്ന ഒരു നോട്ട് ജസ്റ്റ് അവാർഡ്, ആ പഠനാനുഭവമാണ്. ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു ആക്ടറിന് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മഹാരഥന്മാരുടെ കീഴിൽ അഭ്യസിച്ച് കിട്ടുക എന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഞാൻ ഇന്നിവിടെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹരിഹരൻ സാർ, MT സാറിൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്നും ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് കോൺഫിഡൻസോടുകൂടി അതിനെ ധൈര്യത്തോടുകൂടി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം തരുന്നത് ഈ ഫൗണ്ടേഷൻ. ഒരു ഓതർ ബാക്കപ്പ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരു കളരിയാണത്. അഭിനേതാക്കൾക്ക് സംഭാഷണങ്ങളായാലും അഭിനയത്തിൻ്റെ മീറ്റേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൈമിങ്, ഈ പറഞ്ഞ പോലെ സൈലൻസ് പറഞ്ഞില്ലേ, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ഇതിലൂടെ പഠിക്കും. സുകുമാരൻ, രവിമേനോൻ, സുബർണ, വൈശാലിയിലൊക്കെ ഉള്ള രണ്ടുപേരും പുതിയതാണ്. കൽപ്പന ചേച്ചി മഞ്ഞെന്ന് പറയുന്ന പടത്തിൽ വരുന്നത്, കടവ് എന്ന് പറയുന്ന പടത്തിൽ സന്തോഷ് ആന്റണി എന്ന് പറയുന്ന ഒരു ചെക്കൻ അന്ന് അഭിനയിച്ചിരുന്നത്. ഇവരെല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹം കഥാപാത്രത്തെ എഴുതി കഴിഞ്ഞ ശേഷം നിലവിലുള്ള അഭിനേതാക്കളുടെ ആരുടെ മുഖമായിട്ടും അത് സിങ്ക് ആകുന്നില്ലെങ്കിൽ നേരിട്ട് അതിനേറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെ പിടിച്ചെടുക്കുകയാണ്. നീലത്താമര എന്ന ചിത്രം രണ്ടാമത് വന്നപ്പോൾ പുതുതലമുറയിൽ ഒരാൾക്ക് ഭാഗ്യമുണ്ടായത് അതിലഭിനയിക്കാൻ കൈലാഷിനാണ്. കൈലാഷ് ഇപ്പോൾ MT സാറിന് ഓർക്കുന്നു. നീലത്താമര എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സംവിധായകൻ ശ്രീ ലാൽ ജോസ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരാണ് കോഴിക്കോട് പോയിട്ട് MT സാറിനെ കാണുന്നത്. അങ്ങനെ കോഴിക്കോട്ടേക്കുള്ള എൻ്റെ ഒരു യാത്ര, എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു യാത്രയിൽ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ലാൽ ജോസ് സാർ MT സാറിൻ്റെ മുറിയിലേക്ക് എന്നെ കയറ്റിക്കൊണ്ട് ചെല്ലുമ്പോൾ ഒരു വലിയ അദ്ദേഹം എഴുതുന്ന ഒരു
ഒരു പലക പോലൊരു സംഭവമുണ്ട്. അതിലിരുന്ന് അദ്ദേഹം എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സൈഡിലുള്ള കട്ടിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അതൊരു ഹോട്ടൽ മുറിയാണ്. അങ്ങനെ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം ലാൽജു സാർ പുറത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹം എന്തോ ഒന്ന് കുറച്ച് സമയം, ഏതാണ്ട് ഒരു മിനിറ്റോളമുള്ള സമയം എഴുതി തീർത്തത് ഞാൻ കാണാൻ പറ്റി. പലപ്പോഴും എം ടി സാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള അദ്ദേഹം തീരെ സംസാരിക്കാത്ത ആളാണ്, തീരെ വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. അദ്ദേഹമായിട്ട് പല സമയത്തും അടുത്ത് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കഥാപാത്രങ്ങൾ, നീലത്താമരയിലെ ഹരിദാസനും അദ്ദേഹം ഇപ്പോൾ അവസാനം ചെയ്ത മനോരഥങ്ങൾ എന്ന സീരീസിൽ ജയരാജ് സാറിൻ്റെ സംവിധാനം ചെയ്ത സ്വർഗം തുറക്കുന്ന സമയത്തിലെ അച്ചുവും 2 കഥാപാത്രങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വലിയ അവസരവും ദൈവാധീനവും എനിക്കുണ്ടായി എന്നുള്ളത് എന്നും എൻ്റെ ജീവിതത്തിലെ വളരെ അഭിമാനകരമായ നിമിഷമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്പം ഇടപെടാൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഒരുപക്ഷെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന നിമിഷം മുതൽ ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് എന്നെ അറിയാമായിരുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹവുമായി ഞാൻ കരുതുന്നു. പരിണയത്തിന്റെ ക്ലൈമാക്സ് ഉണ്ട്. ഞാൻ ആരോട് വേണമെങ്കിൽ ഈ കുട്ടി എൻ്റെ ആണെന്ന്, അതായത് മാധവന്റെ അതൊക്കെ ഇതൊരു ഇന്നും അത് കാണുമ്പോൾ ഞാൻ ഇതിനൊക്കെ മനോജ് കെ ജയനും ഞങ്ങൾ പറയുന്നത് ഹൗ ബ്ലെസ്ഡ് വി ആർ ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ആൻഡ് അത് ഇന്ന് അന്ന് ഓഫ് കോഴ്സ് ആ ടെൻഷനും ഡയലോഗ് പിടിക്കലും ആ മോഡുലേഷൻ ആനന്ദ് സാർ എങ്ങനെ പറഞ്ഞു തരുന്നോ അതായിരുന്നു അന്നത്തെ ഒരു ഇത്. ഇവൻ ദോ വി യൂസ്ഡ് ടു അനലൈസ് ഇറ്റ്. ആ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പക്വത വന്നിരുന്നു. പക്ഷേ ഇന്ന് വെൻ യു വാച്ച് ഇറ്റ്, അതിൻ്റെ ഒരു ഇറ്റ്സ് എ ട്രഷർ ആക്ച്വലി. അവിടെ ക്ലാസിക് ആൻഡ് അത് ക്രാഫ്റ്റ് ആനന്ദ് സാറിൻ്റെ അച്ഛൻ നാളെ കുട്ടി അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ നളനോ അല്ല അങ്ങനെ അത് അല്ല, ഇവൻ വന്ന് പറയും ആദ്യം ഉണ്ണി നമ്പൂതിരിയോട് എനിക്ക് മാപ്പ് പറയണം, പിന്നെ കുട്ടിയുടെ അച്ഛനെ ഞാനാണെന്ന് എവിടെ വേണമെങ്കിലും വിളിച്ച് പറയാന്ന് പറയുമ്പം ഈ ഉണ്ണിമായ വന്നിട്ട് മാധവനെ നോക്കൂല. ഷീ സ്റ്റാൻഡിങ് തന്നെ അറ്റ് ദ ഡോർ. അല്ല, അവിടെയാണ് പവർ ഓഫ് ഫീമെയിൽ. ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞു 3 തവണ മാറ്റി ഡബ്ബിച്ചിട്ടുണ്ട് ആ സിനിമ മൊത്തത്തില്. ആദ്യം ഡബ് ചെയ്തു, അച്ഛൻ കണ്ടു, പോരാന്ന് പറഞ്ഞു, രണ്ടാമതൊന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ടും പോരാന്ന് പറഞ്ഞ് ഹരൻ സാർ വിളിച്ചപ്പോൾ അയ്യോ സാർ ഞാനിത് ചെയ്താൽ ശരിയാവും. ഇല്ല, എം ടി സാർ ചില സ്പെസിഫിക് ആയിട്ട് ചില ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഒരു വികാരവും ഇല്ലാതെ പറയണം. അതിൽ ഒരു മെലോ ഡ്രാമ വേണ്ട, ഒരു ഡ്രാമയും വേണ്ട, വളരെ പ്ലെയിൻ ആയിട്ട് പറയണം എന്ന് പറയുന്നത് 3rd ടൈം ഡബ് ചെയ്തതിന് ശേഷമാണ് അത്രേ അച്ഛനത് തൃപ്തിയായത്. അത് ഒരു വികാരം ഇല്ലാതെ പറയുന്നിടത്താണ് ഇതിന്റെ ഇതങ്ങ് എലിവേറ്റ് ചെയ്തിട്ട് ഭീമനാന്ന് പറയാം, അല്ലെങ്കിൽ ഇതെന്ന് പറയാം. അല്ല, വികാരം ഇല്ലെങ്കിലും പവറുണ്ട്. ആ ദേഷ്യമുള്ളില് ആ കുട്ടിക്ക് അച്ഛനില്ല. സ്റ്റേറ്റ്മെന്റ് ആണ്, ആ കുട്ടിക്ക് അച്ഛനില്ല. അങ്ങനെ പേര് പറയണമെന്ന് നിർബന്ധം പറഞ്ഞാൽ പറഞ്ഞേക്ക് കുഞ്ഞുണ്ണി, മനോജിന്റെ ക്യാരക്ടറാണ് കുഞ്ഞുണ്ണി, പറഞ്ഞേക്ക് കുഞ്ഞുണ്ണി, നളൻ അല്ലെങ്കിൽ അർജുനൻ അല്ലെങ്കിൽ ഭീമൻ. കുറച്ചു മുമ്പ് സ്നേഹത്തിനെ കുറിച്ച് ഇവിടെ ആരും പറയുന്നത് കേട്ടു. എനിക്കും തോന്നിയിരുന്നു സ്നേഹം. പക്ഷെ അത് അരങ്ങത്ത് കണ്ട ഏതോ വീരനായകനോടായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഈ മാധവനോടല്ല, നിശ്ചയം. നിശ്ചയം, ഇവർക്ക് പോകാം, ഇവർക്ക് പോകാം എന്ന് മനോജനെ ഫേസ് ചെയ്തിട്ടാണ് ഈ അത് മോഹിനി അതിമനോഹര. ഇയാളാണെങ്കിൽ ഈ പ്രണയ നൈരാശ്യത്തിലാണ് കുടിച്ച് നശിച്ച് ഇങ്ങോട്ടെത്തിയിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം കഥകളിലും ട്രാജഡിയാണ്. ഇതിങ്ങനെ നഷ്ടനായകന്മാരാണ്, നഷ്ടപ്രണയങ്ങളാണ്, നഷ്ടനായികമാരാണ്. എപ്പോഴും അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ ഇത് എന്താണ് നിങ്ങൾ എഴുതി വരുമ്പോ അവസാനം ഇതിനകത്ത് ഇതാണല്ലോ പരിപാടി എന്നുള്ളത്? പരിണയത്തിൽ ഇറ്റ് ഇസ് വുമൻ എംപവർമെന്റ്. She takes it, she rejects all this. ഭൂരിപക്ഷം ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാളുടെ നഷ്ടമുണ്ട് അകാരണം. അത് നിങ്ങളൊരു വലിയ വില്ലനൊന്നുമല്ല, നിങ്ങൾ പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയായി കുടിച്ചു, നിങ്ങളുടെ ഡാൻസ് കഥകളികൾ നിങ്ങൾ നിർത്തി, അങ്ങനെയാണ് വരുന്നത്. അതിപ്പോ പഞ്ചാഗ്നിയിലെ കഥാപാത്രമൊക്കെ എല്ലാവരും സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ബലം ഉള്ളതുണ്ട്. വൈശാലിയിലെ കഥാപാത്രം, ആൾക്കൂട്ടത്തിൽ തനിയിലെ കഥാപാത്രം, ആരണ്യകത്തിലെ കഥാപാത്രമൊക്കെ സ്ത്രീ വുമൺ എംപവർമെന്റ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ടോട്ടൽ എടുത്ത് പരിശോധിച്ചാൽ ഇതിനാകെ എപ്പോഴും ഭൂരിപക്ഷ കഥകളിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന, അത് ശരിക്ക് വ്യവസായ സിനിമയ്ക്ക് ചേർന്നൊരു പാറ്റേൺ അല്ല. വ്യവസായ സിനിമ, കൊമേഴ്സ്യൽ സിനിമയിൽ എപ്പോഴും ഹീറോ സക്സസ്ഫുൾ ആയിട്ട്
അങ്ങനെ പോകുന്ന സിനിമകളാണ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളത്. പക്ഷെ ഇത് നോക്കൂ, ഒരുമിക്ക സിനിമകളുടെയും ഒരു കഥാന്ത്യത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ അച്ഛനോട് എപ്പോഴെങ്കിലും? ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ല, ഇല്ല, ഇല്ല. കാരണം അതൊന്നും എന്തെങ്കിലും ചോദിക്കാനുള്ള ധൈര്യമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യത്തിന്റെ പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഒരാളെ കൂടെ ഞാനിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അദ്ദേഹം എഴുത്തിന്റെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പുതിയ കാലത്തെ എഴുത്തുകാരിൽ ഏറ്റവും പ്രഗത്ഭരായ ആളുകളിൽ ഒരാളാണ്. കവിയാണ്, ഗാനരചയിതാവാണ്, അത്യാവശ്യം തിരക്കഥ ഒക്കെ എഴുതുന്ന ഒരാളാണ്, ചെറുകഥകൾ എഴുതുന്ന ഒരാളാണ്. സർവോപരി ഞങ്ങളുടെ വലിയ സുഹൃത്താണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഹരിനാരായണൻ. ഹരി നമസ്കാരം, സ്വാഗതം. ഹരി, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു കാലത്തിന്റെ എഴുത്ത് വഴികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ മേഖലകളിൽ അവിടെ ഇപ്പൊ അങ്ങനെ വിരാജിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. അവിടുത്തെ ഒരു ശക്തമായ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ആളാണ് ഹരി. മാത്രമല്ല MT സാറിന്റെ കൂടെ ചില യാത്രകൾ ചെയ്യാനും അടുക്കാനും, ഇപ്പം നേരത്തെ അശ്വതി പറഞ്ഞ പോലെ നമുക്ക് അടുക്കാനൊക്കെ സന്ദർഭം കിട്ടിയിട്ടുണ്ടെങ്കിലും വെറുതെ ഒരു പേടിയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഈ സൃഷ്ടികളൊക്കെ ഓർത്തിട്ടും അല്ലാതെ ബഹുമാനം കൊണ്ടുണ്ടാകുന്ന ഭയം. എന്നാൽ ഹരിക്ക് യാദൃശ്യമായിട്ട് അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാനും കുറെ ഒരു സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് അല്ലേ? സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല, അത് ശരിയല്ല. പക്ഷെ എന്നാലും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു കാരണം MT സാറിൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള കറണ്ട് ബുക്സിൻ്റെ പെപ്പിൻ തോമസ് ആണ്. അത് നമുക്കൊക്കെ അറിയുന്ന, പിഷാരടിക്കും അറിയാം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ദുബായിലെ ഏഷ്യാവിഷൻ അവാർഡ് ഉണ്ടല്ലോ, നിസാർ സെയ്ദ് ചെയ്യുന്ന പരിപാടി. അതെ അതെ. അപ്പോൾ യൂസഫ് ലെൻസ്മാനും ഒക്കെയുള്ള ഇവിടെ ദുബായിൽ വെച്ചിട്ട് ആണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം 3 ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പെപ്പിൻ ചേട്ടൻ പരിചയപ്പെടുത്തി. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെയും കഥകളെയും ഒക്കെ വെച്ച് ഒരു പാട്ട് എഴുതാൻ പറ്റി. ആ പാട്ട് അവിടെ ചെയ്തിരുന്നു. ആ പാട്ട് അദ്ദേഹത്തിനെ കേൾപ്പിച്ച് പെപ്പിൻ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണല്ലോ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ പാട്ട് എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു തന്നു. ഒരുപക്ഷെ അത് ഞാൻ പിന്നീട് അതൊരു ഉപദേശമായിട്ടാണ് എടുക്കുന്നത്. ഈ നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിൽ നമുക്കൊക്കെ അറിയുന്ന മഞ്ഞണി പൂനിലാവ് എന്ന് പറയുന്ന പാട്ട് ഭാസ്കര മാഷാണ് എഴുതിയത്. ആ പാട്ട് MT സാറിൻ്റെ തിരക്കഥയാണല്ലോ. അപ്പോൾ MT സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും പാട്ട് എഴുതുന്ന സമയത്ത് ഭാസ്കര മാഷ് സീനിയറാണ്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കണ പോലെ ഞാൻ അന്ന് ഭാസ്കര മാഷിൻ്റെ മുമ്പിലിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എഴുതി കഴിഞ്ഞ് ഇതിങ്ങനെ വായിച്ച് നോക്കിയിട്ട് അപ്പോൾ ഭാസ്കരൻ മാഷ് ഇങ്ങോട്ട് ചോദിച്ചു, ഇത്ര വാസുവിന് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒന്നുമില്ല, അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന്. അപ്പോൾ MT സാറ് ചോദിച്ചു, ഇത്ര ഈ താനിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്നുള്ളൊരു വരി അതിലുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ താനിയൂരമ്പലം എവിടെയാ മാഷേ എന്ന് ചോദിച്ചു. ഇത്ര അപ്പോൾ ഭാസ്കരൻ മാഷ് തിരിച്ചു, അത് വാസുവിൻ്റെ നാട്ടിൽ ഈ കുമ്പടി ആ ഭാഗത്തുള്ള ഒരു അമ്പലമായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അല്ല തോന്നണില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ തോന്നിയാൽ മതി, അങ്ങനെ ഒരു അമ്പലമില്ല, പാട്ടെഴുത്തിൽ ഇങ്ങനത്തെ തോന്നലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറ് എന്നോട് പറയണം, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരാളും ഇപ്പോൾ ഒരു പ്രണയിനിയെ നഷ്ടപ്പെട്ടാൽ നമ്മൾ പാട്ട് പാടുന്നില്ല, ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, അമ്മ മരിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, മരം ചുറ്റി പ്രേമിക്കുമ്പോൾ പാട്ട് പാടുന്നില്ല. പക്ഷേ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയിലും പാട്ട് വരുന്നുണ്ട്. ഇതൊരു അൺറിയലാണ്. അപ്പോൾ പാട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അൺറിയൽ ആവുക വേണ്ട, പക്ഷെ റിയൽ ആണെന്ന് തോന്നും വേണം. അതാണ് പാട്ടിൽ എഴുതേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് ആദ്യം കിട്ടിയ ഉപദേശം അതാണ്. വളർത്തുമൃഗങ്ങളിൽ
പാട്ട് എഴുതിയ കഥ. അപ്പോൾ ഇങ്ങനെ ശുഭരാത്രി എന്ന് വെച്ചാൽ ഊരുതൊണ്ടുമൊരു ഏകാന്ത പഥികന് കാവൽ നിൽക്കും താരസഖികളെ നിങ്ങൾക്ക് നന്ദി എന്നൊക്കെയുള്ള വരികളാണ്. അപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെൻ്റെ ഒരു മേഖലയല്ല. നമുക്ക് തോന്നുമല്ലോ എന്താണ് പിന്നെ എം ടി സാറ് പാട്ട് എഴുതാഞ്ഞതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു മേഖലയല്ല, എനിക്കിഷ്ടമുണ്ട്, കവിതയായിരുന്നു. അപ്പോൾ കുറേ അക്കിത്തത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. കവിത എഴുതണം എന്നുള്ളതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു. പക്ഷെ അതെൻ്റെ മേഖലയല്ല. ഇത് ഒരു സിനിമ തുടങ്ങുന്ന സമയമായിട്ട് ഇപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, നിങ്ങളും ഇപ്പോൾ നമ്മൾ പാട്ട് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ അത് ശരിയാവാത്ത വരും. ഇതൊരു വൈബിലാണല്ലോ വരുന്നത്. അങ്ങനെ ഒരു ഗാനരചയിതാവ് തുടങ്ങി അത് ശരിയാവാത്തൊരവസ്ഥ വന്നു. ഷൂട്ട് തുടങ്ങുമായി. അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് അതിലെ 4 പാട്ടുകൾ എഴുതിയത് എന്ന് തോന്നുന്നു. അതിലാ ഒരു മുറി കണ്ണാടി. അതെ. എന്ത് ഗംഭീര പാട്ടാണ്. ഇതന്നെ എന്ത് ഗംഭീര പാട്ടാ. ഈ ശുഭരാത്രി എന്ന് പറയുന്ന പാട്ടില് പകലുകൾ വെള്ളിൽ പറവകൾ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് മുടിയഴിച്ച വളർന്ന തന്ത്രികൾ. അതെ, മുടിയഴിച്ച മറ്റേ വേഷക്കാരൻ സ്വപ്നം തേടി ഉറങ്ങി. അല്ല, എം.ബി. ശ്രീനിവാസൻ എം ടി സാറിന്റെ ഓൾ ഡേ സോങ്സ് വളർത്തുമകൾ ഇത് ഇടവഴിയിൽ പൂച്ചമുണ്ടാപ്പത് വിശ്വമഹാക്ഷേത്രം സോങ്. ഇത് പിന്നെ പക്ഷെ അന്ന് എനിക്ക് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല സത്യത്തിൽ. ഈ എവിടെയോ ഒരു ശത്രു എന്ന് പറയുന്ന സിനിമയില് ഒരു പാട്ട് എം ടി സാർ എഴുതിയിട്ടുണ്ട്. ഹരിഹരൻ സാറിന്റെ സിനിമ തന്നെയാണ്, 82-ലൊക്കെയാന്ന് തോന്നുന്നു. അതല്ലേ 7ാമത്തെ വരവ് എന്ന് പറഞ്ഞ് പിന്നീട് വന്ന പടം. ആ, എവിടെയോ ഒരു ശത്രു സുകുമാരനും ആയിട്ട് ഷൂട്ട് ചെയ്ത് വേണുഗോപാൽ സാറും ആരുമായിട്ട് ചെയ്തിട്ട് പിന്നീട് അത് 7ാമത്തെ വരവ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അല്ല, അന്ന് നിൽക്കുന്നതിന് മുമ്പേ എം.ബി. ശ്രീനിവാസൻ സാറ് പൊന്നില്ലാതെ പൂവില്ലാതെ വന്നതിന് മാപ്പ് തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹരൻ സാറിൻ്റെ ഏതൊരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പാട്ട് പ്രേമികളായിട്ടുള്ള നമ്മുടെ അവിടെ ഉണ്ടല്ലോ ഒരുപാട് പാട്ടിന്റെ കളക്ഷനുള്ള ഒരുപാട് പേരോട് ചോദിച്ചു, ആരുടെ അടുത്ത് ഈ പാട്ട് ഇല്ല, ഇത് റെക്കോർഡ് ചെയ്ത് എവിടെയാണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു പാട്ട് കൂടി അദ്ദേഹത്തിന്റെ ഉണ്ട്. അല്ല, അതിന്റെ ഫുട്ടേജും ഇല്ല എന്നാണ് ഞാൻ ഞങ്ങള് ഈ 7ാമത്തെ വരവ് ചെയ്തതിന് മുമ്പേ സാറ് പറഞ്ഞിരുന്നു ആ ഷൂട്ട് ചെയ്ത് ഫിനിഷ് ദ ഫിലിം അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഹരിനാരായണൻ കഥ പറഞ്ഞല്ലോ, ഹരിനാരായണനെ പരിചയപ്പെടുത്തി തന്ന ഒരാളെ കുറിച്ച്. അങ്ങനെ ഈ എം ടി സാറിനെ പരിചയപ്പെട്ടിട്ടുള്ള പലരും, ഇപ്പം പതഞ്ജലി ജ്യോതിഷാണെങ്കിലും ശരി, ഇവരുടെയൊക്കെ പറയുന്ന ഒരു പേരാണ് ഈ പെപ്പിൻ തോമസ്. കറണ്ട് ബുക്സിന്റെ പ്രധാനിയായിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം എം ടി സാറിനെ കുറിച്ച് ശ്രീ പെപ്പിൻ തോമസ് ഓർക്കുന്നു. എം ടിയും ഞാനും തമ്മിലുള്ള ബന്ധം, എൻ്റെ അപ്പൻ കറണ്ട് തോമസ് എന്ന് പറഞ്ഞ തോമസ് മുണ്ടശ്ശേരിയുടെ കൂടെയാണ് അപ്പനും എം ടിയും ഒരുമിച്ച് വളർന്നു വന്നത്. എം ടിയുടെ 4 കെട്ട് ആദ്യമായി 1958 ഈ തോമസ് മുണ്ടശ്ശേരിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അന്ന് മുതലാണ് കറണ്ട് ബുക്സായിട്ടുള്ള ബന്ധം. അതിൻ്റെ തുടർച്ചയായി ഞാനും കറണ്ട് ബുക്സിൻ്റെ ിലേക്ക് വന്നപ്പോൾ എൻ്റെ ഫാദറിൻ്റെ മരണശേഷം എം ടി സാറായിട്ട് അത്രയും അടുപ്പത്തിൽ വന്നു. പുസ്തക പ്രസാധകനും എഴുത്തുകാരനും പോലെയൊരു ബന്ധമല്ലായിരുന്നു, ഒരു അച്ഛനും മകനും പോലെയൊരു ബന്ധമായിരുന്നു എനിക്ക്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്, ഒരുമിച്ച് അദ്ദേഹം എഴുതുമ്പോൾ അതിന് കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വളരെ അടുപ്പമായിരുന്നു. യാത്രകളിൽ പലർക്കും ലഭ്യമല്ലാത്ത പല കാര്യങ്ങൾക്കും എനിക്ക് ഭാഗ്യം കിട്ടി. ദൂരയാത്രകൾ, സ്പെയിൻ, ഇംഗ്ലണ്ട്, അയർലൻഡ്, അതുപോലെ തന്നെ കപ്പലിൽ യാത്ര ചെയ്യുക, അങ്ങനെ ഒരുപാട് ഒരുമിച്ച് ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കുക, അതും വളരെ ദിവസങ്ങളോളം. ഇതെല്ലാം എൻ്റെ ഒരു ഭാഗ്യമായി കരുതുന്നു. തൃശ്ശൂർ കറണ്ട് ബുക്സിനെ സംബന്ധിച്ച് വാസുവേട്ടൻ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വാസുവേട്ടൻ്റെ പുസ്തകങ്ങളാണ് ഞങ്ങൾ വിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം എനിക്ക് തീരാ നഷ്ടമാണ്. കുറെ യാത്രകളെ കുറിച്ച് ഇപ്പം പെപ്പിൻ ചേട്ടനൊക്കെ പറഞ്ഞു. യാത്ര വലിയ ഇഷ്ടമായിരുന്നോ, പോവായിരുന്നോ? ഭയങ്കര ഇഷ്ടമായിരുന്നു യാത്ര. ഒരു ഇവിടുത്തെ തിരക്കിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ മാറി നിൽക്കുമ്പോഴുള്ള ഒരു, എനിക്ക് തോന്നുന്നു അവനവനെ തന്നെ നവീകരിക്കാനുള്ള ഒരു അവസരമാണല്ലോ യാത്ര. സോ ഒരുപാട് ഇഷ്ടമായിരുന്നു യാത്രകൾ.
കണ്ടമാനം യാത്ര ചെയ്തിരുന്നു ഒരു ഇപ്പൊ സമയം. പറഞ്ഞു കപ്പലിൽ യാത്ര പോകുന്നു, UK, അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പോവാന്ന് പറയുന്നത്. ആരെങ്കിലും ക്ഷണിച്ചിട്ട് പോകുന്നതല്ലാതെ സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹങ്ങളും ഉണ്ട്, പോയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാറുണ്ട്. എൻ്റെ ആദ്യത്തെ കേരളത്തിന് പുറത്തേക്കുള്ള യാത്ര 2.5 വയസ്സുള്ളപ്പോൾ മഞ്ഞൻ്റെ ഷൂട്ടിന് നൈനിറ്റാൾ ആ ആദ്യത്തെ യാത്ര. എനിക്ക് ഓർമ്മയില്ല, ഫോട്ടോസ് കാണുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ അത്ര ഇഷ്ടമാണ് യാത്ര എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. പിന്നെ പോകുന്നതിന് മുന്നേ കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കും. അന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ എണീക്കണതിന് മുന്നേ ആൾ എണീറ്റ് റെഡി ആയിരിക്കും പോവാൻ. നല്ല ഫോട്ടോഗ്രാഫറാണ്. സൗഹൃദം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പാടാ ഇങ്ങനെയുള്ള ആളുകൾക്ക്. വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സൗഹൃദം ഉണ്ടാവുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, സൗഹൃദം ചെറുഷ് ചെയ്തിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ പറയുന്നത്, അത് ആ ഒരു സംഘമൊക്കെ ആരായിരുന്നു അച്ഛൻ്റെ? എഴുത്തുകാരുടെ ഇടയിൽ തിക്കോടിയൻ, കുഞ്ഞബ്ദുള്ള മാമൻ, പട്ടത്തുള്ള കരുണാകരൻ, MM ബഷീർ, ഇവരൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു. NP അങ്കിള്, മറക്കാൻ പാടില്ല. NP അങ്കിൾ ഒരുമിച്ച് നോവല് 2 പേര് ചേർന്ന് എഴുതുന്ന ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് അപൂർവമാണല്ലോ നമ്മുടെ ഇവിടെ. പേര് എഴുതിയതല്ല. അപ്പൊ അത് ഞങ്ങള് ഇപ്പൊ NP അങ്കിളുടെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലി, കുഞ്ഞബ്ദുള്ള മാമന്റെ ഫാമിലിയൊക്കെ ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത് ഒരുപാട് കാലം. ഇപ്പോഴും അവരുടെ മക്കളായിട്ട് നമുക്ക് അടുപ്പമുണ്ട്. SK പൊറ്റക്കാടിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവരുടെ മകളായിട്ടൊക്കെ അടുപ്പുണ്ട്. അപ്പം ആ ഒരു കോഴിക്കോട്ടെ ആ ഒരു കൂട്ടായ്മ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ കുറേ നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു അച്ഛന്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിരലിലെണ്ണാവുന്നവരാണെങ്കിലും വളരെ അടുത്ത ബന്ധമുള്ള ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം ആരും ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരാരും സാഹിത്യമായിട്ട് ഒരു ബന്ധമുള്ള ആളുകളല്ല, വായന മാത്രമുള്ള ആളുകളാണ്. പക്ഷെ എല്ലാവരും വേറെ വേറെ മേഖലയിലുള്ളായിരുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ അടുത്തൊക്കെ ആകുമ്പോൾ വളരെ ഫ്രീ ആണ്. ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ പെരുമാറുകയും അവരുടെയൊക്കെ വീടുകളിൽ പോയി ഞങ്ങൾ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്നും ഉണ്ടായിരുന്നു അച്ഛന്. തിരക്കഥാരംഗത്ത് സജീവമായ MT വാസുദേവൻ നായർ സാറുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിച്ച ആളുകളിൽ ഒരാൾ പ്രിയപ്പെട്ട 7 ആർട്സ് വിജയകുമാർ. എന്റെ അനുഭവത്തിൽ അദ്ദേഹം ഒരു ഗുരുനാഥനാണ്. കാരണം എന്റെ സിനിമ പ്രസ്ഥാനത്തിന്റെ തുടക്കവും അതിന് നിമിത്തമായതിനകത്തും അദ്ദേഹത്തിന്റെ ഒരു വലിയ പങ്കുണ്ട്. എന്റെ സുഹൃത്തും സുപരിചിതനുമായ ശ്രീ ഹരിഹരൻ സാർ, ഡയറക്ടർ ഹരിഹരൻ സാർ എന്നോട് സംസാരിച്ചു കൊടുത്ത് പറഞ്ഞു, നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് പുസ്തകമായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് മലയാളത്തിന് അഭിമാനിക്കാവുന്ന സിനിമകൾ ഉണ്ടാക്കി അതിനെ ഒരു ബിസിനസ് മോഡിൽ കൂടെ ആക്കുന്നതാണ് അതിന്റെ ഒരു അപ്രോച്ച് കറക്റ്റ് ആയിട്ടുള്ളത്. ആ ഒരു വിശ്വാസം സത്യത്തിൽ MD സാറായിട്ടുള്ള മീറ്റിംഗിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അദ്ദേഹമാണ് ഈ 7 ആർട്സ് എന്ന പേര് പോലും കണ്ടെത്തുകയോ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ അങ്ങനെയുള്ള 2 പടങ്ങളുടെ ഒരേ സമയത്താണ് MD സാറിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. പഞ്ചാഗ്നി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നഖക്ഷതങ്ങൾ ഹരിഹരൻ സാറിന് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും ഞാൻ അതിന്റെ കൂടെ പ്രൊഡ്യൂസർ, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പടമാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒന്ന് സാറിന്റെ ഒരു സഹകരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിണയം, പിന്നെ സതയം, ഈ പടങ്ങൾ ചെയ്യുകയും അത് കൂടാതെ വൈശാലി, പിന്നെ ആ പടത്തിന്റെ ഒരു പ്ലാനിങ് മുതൽ MD സാർ തന്നെ പറഞ്ഞു, വിജയകുമാർ നമുക്കൊരു ടീമായിട്ട് ചെയ്യണം, ഞാൻ അതിന്റെ കൂടെയുണ്ട്. അങ്ങനെ ദയ, ഈ 2 പടങ്ങളും MD സാറും ഞാൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനുപരി ഞങ്ങൾ കൂടെ നിന്നിട്ട് ചെയ്ത പടങ്ങളാണ്. ഇതിനകത്തൊരു അനുഭവം കൂടിയുണ്ട്. MD സാറിന്റെ കൂടെ ഒരു പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ പ്രോജക്റ്റ് അതിന്റെ ഒരു എക്സിക്യൂഷനകത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ അത് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. കാരണം സാറിന്റെ പ്രസൻസ് ഉള്ളപ്പോൾ തന്നെ ഹോൾ തിങ് ബിക്കംസ് വെരി ഡിസിപ്ലിൻഡ്, പിന്നെ വെരി സിസ്റ്റമാറ്റിക്, എവറിത്തിങ് ഈസ് ഓക്കെ, പെർഫെക്റ്റ് പ്രൊഡക്ഷൻ. ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവം കിട്ടിയിട്ടുണ്ട് ഈ എന്റെ സിനിമാ വ്യവസായത്തിൽ. ഒരാളെ കൂടെ ഞാനൊന്ന് ഈ അവസരത്തിൽ നമ്മളോടൊപ്പം MT സാറെ അനുസ്മരിക്കുന്നതിന് വേണ്ടി വിളിക്കുകയാണ്. MT സാറിന്റെ ജീവിതകഥ ഒരു പുസ്തക രൂപത്തിലാക്കുക,
അത് ഒരു ചെറിയ കാലപരിധി കൊണ്ടല്ല എഴുത്ത് തുടങ്ങിയിരിക്കുന്ന. ഒരു 15 കൊല്ലത്തോളമായി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തും കണ്ടും സംസാരിച്ചും അത് പുസ്തക രൂപത്തിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ, അദ്ദേഹവുമായി ദീർഘകാലത്തെ സൗഹൃദമുള്ള ഒരാൾ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ വെങ്കിടേഷ് രാമകൃഷ്ണൻ. ഞങ്ങളിങ്ങനെ വിനീതേട്ടൻ വന്ന് സിനിമ തൊട്ട് വീട്ടുകാര്യങ്ങൾ തൊട്ട് പല കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, അങ്ങനെ നമ്മൾ കുറച്ച് പേരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല ആ ജീവിതവും അതിൻ്റെ ഒരു വലിപ്പവും എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു എപ്പിസോഡിലോ 2 എപ്പിസോഡിലോ 3 എപ്പിസോഡിലോ ഒന്നും തീരുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അത്തരത്തിലൊരു വലിയ സാഹസത്തിന് മുതിർന്നിരിക്കുന്ന ഒരാളാണ് വെങ്കിടേഷ് സാറ്. ഒരു ജീവിതകഥ എഴുതുകയാണ്. അതിനകത്ത് ഒന്നുകിൽ ഈ വണ്ണമുള്ളൊരു പുസ്തകം എഴുതണം, കാരണം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അത്ര വരണം. വലിയൊരു അധ്വാനമല്ലേ ഇത്? എത്ര നാളായി തുടങ്ങിയിട്ട് ആ എഴുത്ത്? 2008 ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയതാണത്. അന്നാണത് ചില അതിനു മുമ്പേ MT കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നത് കോളേജ് പഠിക്കുന്ന കാലത്താണ്. പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് 2000-ന്റെ തുടക്കത്തിൽ കേരളത്തിലൊരു മുഴുനീള ലൈവ് ടെലിവിഷൻ ചാനലിൽ തുടങ്ങാൻ വേണ്ടി, ഇന്ത്യ വിഷൻ എന്ന പേരുള്ള ചാനൽ തുടങ്ങാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു. ഇൻസിഡൻ്റലി ഇന്ത്യ വിഷനുള്ള പേരിട്ടത് ഞാനാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ചീഫ് പ്രോഗ്രാം കൺസൾട്ടൻ്റ് ആയിരുന്നു MT വാസുദേവൻ സാർ. അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് അടുത്ത് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തത്. പക്ഷെ ആ സമയത്തൊന്നും ഈ ജീവചരിത്രം എഴുതുക എന്നൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. 2008 അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സുനിൽ ഗാംഗുലിക്കെതിരെ അതിൽ മത്സരിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഡൽഹിയിൽ ഹിന്ദുവിൽ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ആണ് പിന്നെ ഈ MTയുടെ സാഹിത്യത്തെപ്പറ്റി, MTയുടെ ലേഖനങ്ങളെ പറ്റിയിട്ട്, MTയുടെ സാഹിത്യ രചനകളെ പറ്റി, സിനിമകളെ പറ്റിയൊക്കെ ഒരുപാട് ആൾക്കാർ നിരവധിയായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ 2002 മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം സാമൂഹികമായിട്ട് നടത്തുന്ന ഇടപെടലുകൾ. ഇപ്പം മുത്തങ്ങയിൽ ആദിവാസികൾക്കെതിരെ വെടിവെപ്പുണ്ടായ സമയത്ത് വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും മുത്തങ്ങയിലേക്ക് സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു സംഘത്തെ നയിക്കുകയും അവരൊരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വളർന്നു വരികയും, സമാനമായ രീതിയിൽ മാറാട് സംഭവം ഉണ്ടായ സമയത്ത്. അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് MT ചെയ്തിട്ടുള്ള പ്രവർത്തനം. ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു രാഷ്ട്രീയ പത്രപ്രവർത്തകനാണ്. ഞാൻ സാഹിത്യമോ MT ഒരു ലിറ്റററി ജേർണലിസ്റ്റായിരുന്നു മാതൃഭൂമിയിലേക്കുള്ള സമയത്ത്. ഞാനങ്ങനൊരു സാഹിത്യ പത്രപ്രവർത്തകൻ എന്ന് പറയാവുന്ന ഒരാളല്ല. രാഷ്ട്രീയമാണ് എൻ്റെ പ്രധാനപ്പെട്ട സാധനം. പക്ഷെ അതിനാണെങ്കിലും MTയെ പറ്റിയിട്ട് ആൾക്കാർക്ക് അറിയാത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വളരെ രാഷ്ട്രീയമായിട്ട് വളരെ ലൈവായിട്ടുള്ളൊരു മനുഷ്യനാണ്. രാഷ്ട്രീയ ബോധമുള്ള ആളാണ്. സമീപകാലത്ത് ഒരു ഇപ്പം പണ്ടത്ര ഇല്ല. ഇപ്പം മനുഷ്യൻ പ്രസംഗിക്കുമ്പം ഇത്തിരി തുറന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ സംസാരിക്കുന്ന ഒരാൾ മൈക്ക് വെച്ച് സംസാരിച്ചാൽ 2 ദിവസത്തെ വാർത്തക്കുള്ള കോള് കിട്ടും. MT സാറ് അവസാന കാലങ്ങളിലൊക്കെ വല്ലപ്പോഴേ മൈക്ക് എടുക്കുള്ളായിരുന്നു. എടുത്തൊരു പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം ന്യൂസിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഇറങ്ങി നടക്കുന്നുണ്ടാവുമായിരുന്നു. സംശയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആളായിരുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട് അപ്പം അങ്ങനെ ഈ 2008 ഈ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടായ സമയത്താണ് ഞാനിങ്ങനെ ഇതുപോലെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുക എന്നൊക്കെ MTയോട് ചോദിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ലല്ലോ. എന്നാലും ഞാൻ 2 കൽപ്പിച്ച് ഞാൻ ചോദിച്ചു. സാഹിത്യമൊക്കെ ആൾക്കാർ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. MTയുടെയും ബഷീറിനെയും പറ്റിയിട്ടാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുണ്ടായിട്ട്. 2 പേര് എൻ്റെ ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയിട്ടുള്ളൊരു കണക്കെടുപ്പിൽ 2 പേരെ പറ്റിയിട്ടും, ലേഖനങ്ങളല്ല പുസ്തകങ്ങളും ഈ
മോണോക്രോം അടക്കമുള്ള സാധനങ്ങൾ വെച്ചിട്ട് രണ്ടുപേരെ പറ്റിയിട്ടും ഏതാണ്ട് 1112 പുസ്തകം ബഷീറിനെ പറ്റിയും 1080 പുസ്തകം എം ടിയെ പറ്റിയുണ്ട്. ഇത് മലയാളത്തിൽ എം ടിയുടെ ജീവചരിത്രം എഴുതാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാപ്തരാണെന്ന് തീരുമാനിച്ചിട്ടുള്ള കുറേ ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഞാനിത് ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആസ്പെക്റ്റ്, അതായത് എം ടി പറയുന്നൊരു സോഷ്യൽ ഇൻ്റർവെൻഷൻ ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ടുള്ള ഒരു സാധനം. എന്താണ് ഇത്രയും വലിയ കാലയളവ് വേണ്ടി വരുന്നത് അത് എഴുതാനായിട്ട്? ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇത് ബേസിക്കായിട്ട് ഒന്ന്, നമുക്ക് ഇത് ഒരു വലിയ ജീവിതമാണ്. ഇത് ഒരുപക്ഷെ ഇത്രയും ബഹുമുഖ പ്രതിഭ എന്ന് മലയാളത്തിൽ സാധാരണ ഈ വാക്കൊക്കെ നമ്മൾ ഉപയോഗിച്ച് ബഹുമുഖ പ്രതിഭ, അപാരമായിട്ടുള്ള സാഹിത്യകാരെന്നൊക്കെ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അല്ലാതെ അതിൻ്റെ മോനയൊടിഞ്ഞു പോയ വാക്കുകളാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ജീവചരിത്രങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എം ടിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ സമാനമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ജീവിതം ലിയനാർഡോ ഡാവിഞ്ചിയുടെയാണ്. അദ്ദേഹത്തിന് ശാസ്ത്രമുണ്ടായിരുന്നു. എം ടിക്കും ശാസ്ത്രമില്ല എന്ന് പറയാൻ പറ്റില്ല. ശാസ്ത്രത്തിൽ നല്ല അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കെമിസ്ട്രിയിലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് സാഹിത്യത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മളെല്ലാം മറന്നു പോകുന്ന സംഭവം കെമിസ്ട്രിയിൽ നല്ല കെമിസ്ട്രിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 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 സമഗ്രമായ അർത്ഥമുള്ള. അപ്പോൾ അതുകൊണ്ട് ഇത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക്, എൻ്റെ ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വിർജീനിയ വുൾഫിൻ്റെ ഒരു കൊട്ടേഷനിലാണ്. വിർജീനിയ വുൾഫ് പറയുന്നത്, ഒരു ജീവചരിത്രം ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിലെ 3-4 അംശങ്ങൾ, 3-4 വ്യക്തിത്വങ്ങൾ ഒരാൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അതൊരു നല്ല ജീവചരിത്രമായിട്ട് കണക്കാക്കപ്പെടും. സാധാരണഗതിയിൽ മനുഷ്യർക്കൊരു 100ഓളം വ്യക്തിത്വങ്ങൾ ഓരോ മനുഷ്യരിലും ഉണ്ടാവുമെന്നാണ് വിർജീനിയ വുൾഫ് ഈ റോജർ ഫ്രൈ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനെ പറ്റിയുള്ള ജീവചരിത്രം അവർ എഴുതുമ്പോൾ പറഞ്ഞ. അപ്പം ഞാനത് അത് ഉദ്ധരിച്ചാണ് എൻ്റെ വലിയ പുസ്തകം ആരംഭിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ വിർജീനിയ വുൾഫ് പറയുന്ന സാധാരണ മനുഷ്യർക്കാരന് 100ഓളം വ്യക്തിത്വങ്ങൾ ഉണ്ടാവുന്നതാണ്. എം ടി വാസുദേവനാർക്ക് എത്ര വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഇപ്പൊ ഏത് കാലത്തേക്ക് പൂർത്തിയാക്കി ഇറക്കാനാണ് ഇപ്പോഴത്തെ നിലവിൽ ഇതിന്റെ ഒരു പോക്കും വേഗതയും വെച്ചിട്ട്? ഞാൻ ഇതിന്റെ കാലപരിധി ഇത്രയും നീണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ വർഷം ഇറങ്ങും. ഈ വർഷം അത് പൂർത്തീകരിച്ച് ഇറക്കാനുള്ള പരിപാടിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ രചനകളിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു ബുക്ക് ഏതാണ്? അസുരവത്താണ്. അസുരവിത്ത് എന്നുള്ള ഒരുപക്ഷെ അത് വേറൊന്നുമല്ല, അത് സത്യത്തിൽ കാലാതീതമാണ്. അല്ല, എം ടിയുടെ ഒരുപാട് കഥകൾ കാലാതീതമാണ്, നാലുകെട്ട് മുതലുള്ള. പക്ഷെ അസുരവിത്ത് പോലെ ഒരു വർക്ക് ഒരുപക്ഷെ അസുരവിത്ത് ഇന്ന് നടക്കുന്ന കഥയായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. അതിപ്പോ ഞങ്ങൾ നേരത്തെ അമൃതങ്കമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ വിനീതനോട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ എല്ലാ പടങ്ങളിലെയും വിഷയങ്ങള് സമകാലികമാണ്. പക്ഷെ അസുരവത്ത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹിക രാഷ്ട്രീയ ജീവിതം, എം ടി അതിനെപ്പറ്റി വളരെയധികം അദ്ദേഹത്തിൻ്റെ അവസാനം നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ തമ്മിൽ ഏറ്റവും അവസാനം കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ജാതിയും മതവും മനുഷ്യരിലുണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആത്യന്തികമായി അദ്ദേഹം ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപത്തായിട്ടുള്ളത് ജാതിയും മതവും തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർ സാർ, അദ്ദേഹത്തെ കുറിച്ച് വിഖ്യാതനായ വിദ്യാധരൻ മാസ്റ്റർ. എം ടി വാസുദേവൻ നായർ എന്ന മഹാനായ നമ്മുടെ എഴുത്തുകാരൻ, മലയാളികളുടെ അഭിമാനമുള്ള ലോകരുടെ, അദ്ദേഹത്തിൻ്റെ വേർപാടുകളുടെ ദുഃഖം എനിക്ക് സത്യം പറഞ്ഞാൽ തീരാത്ത ദുഃഖം. ചെറുപ്പകാലം മുതൽ വളരെ കാലം മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഉത്തരം എന്ന സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹവും എം ടി വാസുദേവൻ നായരും ONV സാറും ഞാനും പവിത്രനും അതിൻ്റെ പ്രൊഡ്യൂസർ അക്ബറും എല്ലാവരും കൂടി വെസ്റ്റേലിൽ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു കമ്പോസിങ്. ഒരു 10 ദിവസത്തോളം ഞങ്ങൾ അവിടെ ഇരുന്നു. പവിത്രൻ്റെ സിനിമ. ഈ സമയത്ത് ഉണ്ടാകുന്ന ചില ഈ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സമ്പ്രദായം മനസ്സിലാക്കാൻ കഴിയുകയും അദ്ദേഹം ഒത്ത് വർക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പാട്ടുകളുടെ പണിപ്പുരയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ONV സാറൊരു മുറിയിൽ ഞാനൊരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ONV സാറിനെ കൊടുക്കുന്ന കുറേ സിറ്റുവേഷനനുസരിച്ച് പാട്ട് എഴുതിക്കുക. പാട്ട് എഴുതി കഴിഞ്ഞ് കൊണ്ടുപോകാം, ഇത് ഒന്നുകൂടി നോക്കൂ സാറേ, നമ്മളിട്ട് മാറ്റിക്കുന്നു.
പിന്നീട് അത് ഓക്കെ ചെയ്ത പാട്ടുകൾ മഞ്ഞിന് വിലോലമാം യവനികയ്ക്കുള്ളിലൊരു മഞ്ഞക്കിളി തോൽ പോലെ എന്ന പാട്ട് അത് ഓക്കെ ആക്കി. അങ്ങനെ പാട്ടുണ്ടാക്കി റെക്കോർഡിങ് സമയത്തിന് കോതണ്ടമണി സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഞാൻ താമസിക്കുന്ന മുറിയിൽ റെക്കോർഡിങ്ങിൻ്റെ തലേദിവസം വന്നു. റാം ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നൊമ്പകത്ത് അവിടെ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എം ടി സാർ എൻ്റെ മുറിയിൽ ഒരു 7:30-8 മണിക്ക് വന്നു. നാളെ പൂജ നടക്കുമ്പോഴേ 9:30 മണിക്ക് പൂജ നടത്തിക്കോളൂ, ഞാൻ ഒരു വൈശാലിയുടെ റൈറ്റ്സ് തെലുങ്കന്മാർക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ചോള ഹോട്ടലിൽ ഞാൻ പോയി അവരായിട്ട് എനിക്കാണ് അതിൻ്റെ അവകാശം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോവുകയാണ്. വിദ്യാധരൻ അപ്പോൾ ചെയ്യേണ്ടത്, മാഷ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പൂജ നടക്കുക, റിഹേഴ്സൽ ചെയ്യുക, പാട്ടുകൾ റിഹേഴ്സൽ ചെയ്യാവുന്ന റെക്കോർഡ് ചെയ്യുക. ഒരു 11-12 മുമ്പ് ഞാൻ എത്താം, അത് അവരോട് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച് എൻ്റെ മുറിയിൽ വന്ന് ഞങ്ങൾ ഒന്നിച്ച് ചപ്പാത്തി കഴിച്ച് 11 മണിയോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. ആ ഒരു നിമിഷമൊക്കെ ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ എനിക്കതിൽ പങ്കാളിയാകുക, ഈ കാര്യങ്ങൾ പറയാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മരുമക്കത്തായം സമ്പ്രദായങ്ങളൊക്കെ ഏതാണ്ട് ഒതുങ്ങി ഈ തറവാടുകളൊക്കെ ഇങ്ങനെ നശിച്ചു തുടങ്ങുന്ന ഒരു പ്രദേശത്തെ കുറിച്ചുള്ള പടങ്ങളെടുത്ത് നിർമ്മാല്യം എടുത്താലുണ്ട്. ആ ഒരു കാലഘട്ടത്തിന് അനുരൂപമായിട്ടുള്ള എഴുത്തുകൾ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഒരു 50s തൊട്ട് അറ്റം വരെ എഴുതിയിട്ടുള്ളതിൽ എല്ലാ കാലഘട്ടത്തിലും എഴുതിയിട്ടുണ്ട്. ഈവൻ 82 എവിടെയോ ഒരു ശത്രു എൻവയറമെന്റൽ ഡിസ്ട്രക്ഷൻ വരുന്ന അദ്ദേഹം അതുണ്ട്. പിന്നെ പിന്നെ ഈ മറ്റ് കഥകളെ ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു വലിയ മിടുക്കുണ്ട്. പെരുന്തച്ഛൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം. കാരണം അന്നോളം കേട്ട പെരുന്തച്ഛന്റെ കഥയെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് മറ്റൊരു വളവുണ്ടാക്കിയിരിക്കുകയാണ്. ചന്തുവിന്റെ കഥ നമ്മൾ എടുക്കുന്നതിനകത്തും അന്നോളം നമ്മൾ കേട്ടൊരു കഥയെ മറ്റൊന്നാക്കി എടുക്കുകയാണ്. 2ാം ഊഴം വായിച്ചാൽ നമ്മൾ ഭീമന്റെ പെർസ്പെക്റ്റീവിലാണ് വരുന്നതാണ്. 40-ാം വർഷമായിട്ടോ 2ാം ഊഴം എന്ന് പറയുന്ന ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ട് അല്ലേ? ഈ എങ്ങനെ ഈ ഹരി അതിന്റെ ഒരു ഈ ഇന്റർപ്രിട്ടേഷന്റെ ഒരു കല എങ്ങനെയാണ്? ഹരി ഒരു എഴുത്തുകാരനാണല്ലോ. അതൊരു അക്രമം ഇല്ലാണ്ട് ചെയ്യണമല്ലോ. ഇതിന് 2 പക്ഷം ഉണ്ടാവുമല്ലോ. നമ്മൾ വെറുതെ ഒരു കഥ എഴുതിയാൽ തന്നെ ആ കഥയിലെ കഥാപാത്രങ്ങളോടൊപ്പം നിൽക്കുന്ന വായനക്കാർക്ക് 2 പക്ഷം ഉണ്ടാവും. ഇത് ശരിയായ ആ കഥാപാത്രം നീതി, ഇപ്പം നിങ്ങളുടെ പരിണയത്തിന്റെ ക്ലൈമാക്സ് എടുത്താൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നാലും കുറെ നിൽക്കാൻ ന്യായങ്ങളുണ്ട്, അപ്പുറത്ത് നിന്നാലും നിൽക്കാൻ ന്യായങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു എഴുത്തുണ്ട്. മറ്റേ എഴുത്ത് കുറച്ചുകൂടി എളുപ്പമാണ്. ഒരു പക്ഷത്തിന് എഴുത്തുകാരൻ ഒരു പക്ഷത്ത് കൂടിയാൽ മതി, ബാക്കി എന്തെല്ലാം തെറ്റുണ്ടോ അതെല്ലാം എടുത്ത് ഇപ്പുറത്ത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഈ 2 പക്ഷത്തും ഏതാണ്ട് ഒരേ തെറ്റും ഒരേ ന്യായങ്ങളുമായിട്ടൊരു കഥ മുന്നിലേക്ക് കൊണ്ടുപോവുകയും അതിനെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ബാധ്യത വളരെ വലുതാണ്. വല്ലാത്തൊരു റിസ്ക് ഉള്ളൊരു കാര്യമല്ലേ. ഇപ്പൊ അത് രണ്ടാമത് ആലോചിച്ച് നോക്കൂ. ഇപ്പം നിർമാല്യം പോലെ ഒരു സിനിമ ഇന്നും വളരെ പ്രസക്തമാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സിനിമയോ അങ്ങനെ ഒരു കഥയുടെ ഒരു കൺസ്ട്രക്ഷനോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ അത് ഉണ്ടാക്കിയാൽ ഇന്ന് അങ്ങനെ ഒരു സിനിമ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാമല്ലോ. ഇന്നത്തെ ഒരു പരിതസ്ഥിതിയിൽ നിർമാല്യം പോലെ ഒരു സിനിമ ഒരാൾ അപ്പോൾ അത് ആ കാലത്ത് ആ ധൈര്യം കാണിക്കുകയാണ്. ഇതിലൊക്കെ വേണ്ടത് ഒരു ധൈര്യം, ഒരു എഴുത്തുകാരൻ്റെ ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ. അത് നമ്മൾ ഒരുപാട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പറയുകയോ എപ്പോഴും പറയുകയോ എന്നുള്ളതല്ല. ആ പറയുന്ന സമയത്ത് അത് കൂർപ്പിച്ചുകൊണ്ട് ഒരു വാചകമോ 2 വാചകമോ ആണെങ്കിൽ അതിൽ പറഞ്ഞ് തീർക്കുന്ന. ഇപ്പം ഈ ചില വാചകങ്ങളുണ്ടല്ലോ, നമുക്കൊരിക്കലും നിനക്കായി പിറക്കാൻ പോകുന്ന എൻ്റെ കുഞ്ഞിനായി ഒരടയാളമായിട്ടെങ്കിലും ഒന്നും തരാൻ കഴിയാത്ത വിധം ദരിദ്രനായി തീർന്നിരിക്കുന്നു ഈ ഭീമസേനൻ ഇന്ന്. ഈ 2ാം ഊഴത്തില് ഭീമസേനന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഹിഡിംബിയോട് പറയുന്നതാണ്. ഹിഡിംബിയുടെ അടുത്ത് പോണ സമയത്ത് നിനക്കായി ദാരിദ്ര്യം, ഈ നിർമാല്യത്തിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇതെടുത്ത് ആക്രിക്കാരന് കൊടുക്കുന്ന അവസ്ഥ എത്തുന്ന. അതെ, പള്ളിവാളും കാൽച്ചിലമ്പ് എന്ന് പറയുന്ന കഥയാണല്ലോ, അതിന്റെ ഇതാണല്ലോ. അല്ല, ഈ റീഇൻറ്റർപ്രിട്ടേഷനെ പറ്റി വിശാലിന് ചോദിക്കണ്ടായിരുന്നു. അത് എം ടിയുടെ ഒരു ബേസിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രീക്ക്, ആ ക്രിയേറ്റീവായിട്ടുള്ള ധാരയിൽ ഈ ഒരു നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറം പോവുക എന്നുള്ളത് ആണ് എം ടിയുടെ എന്ത് കാര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും. അതായത് ലേഖനം എഴുതുമ്പോൾ പോലും ആ സാധനം ഉണ്ടാവും. സാധാരണത്തിൽ ലേഖനം നമ്മൾക്കൊരു ഒരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ എഴുതുന്ന സമയത്ത് വളരെ പ്രത്യക്ഷമായിട്ടൊരു കാര്യമാണ് നമ്മൾ പറയുക. ഓഷ്വിറ്റ്സിൽ പോകുന്നുണ്ട് എം ടി. ഓഷ്വിറ്റ്സിൽ പോയിട്ട് അവിടെ നാസികൾ കൊന്നിട്ടുള്ള ആൾക്കാരുടെ
നാസികൾ ഗ്യാസ് ചേമ്പറിൽ ചുട്ടു കരിച്ചിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഈ ചാരം കൊണ്ടാണ് ഓഷ്വിറ്റ്സിലെ വഴികളിലൊക്കെ അതിന് മുകളിൽ കൂടെ നമ്മൾ നടന്നു പോവുക. അവിടെ പോയി ഇതുപോലെ ഈ ആൾക്കാരെ കൊന്ന ആൾക്കാരുടെ എല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. സ്ഥലങ്ങൾ. അപ്പം അതൊക്കെ കണ്ടിട്ട് എം ടി എഴുതൊരു വാചകമുണ്ട്, ഹാ മനുഷ്യൻ, ഹാ എത്ര സുന്ദരമായ പദം, ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ. ഗോർക്കി എഴുതിയ വാക്കുകളാണ്. ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ, ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട്, ഗോർക്കിയെ ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തു പോയിരുന്നു എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇതെങ്ങനെ ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെ ആ ഗോർക്കിയിലേക്ക് എങ്ങനെ നിങ്ങൾ ആ പ്രത്യേകിച്ചും ആ മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് എങ്ങനെ എത്തുന്നത്. അപ്പം ഇവിടെ അതും ഞാൻ ആലോചിച്ചിട്ട് എഴുതിയൊന്നുമല്ല, അങ്ങനെ വന്നു പോയപ്പോൾ. പക്ഷെ ബേസിക്കായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ചന്തുവിനെ കണ്ടെത്തുന്നത്, ഭീമസേനനെ കണ്ടെത്തുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു സാധാരണ മനുഷ്യരുടെ കാഴ്ചക്ക് അപ്പുറമുള്ളൊരു കാഴ്ച അത് അന്തർലീനമായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതൊരു ബ്രില്യൻസ് അല്ലേ. ഇപ്പോൾ വിനീതേട്ട ഇവിടെ ഇരിക്കുമ്പോൾ പറയാം, ഇത് എന്നോട് നേരിട്ട് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, നമ്മളൊക്കെ കൊച്ചപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി പറഞ്ഞൊരു കാര്യമാണ്. സർഗം എഴുതിയത് അദ്ദേഹമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയണം, അപ്പോൾ ഈ സർഗത്തിൻ്റെ ഒരു പോയിന്റിൽ ഈ വിനീതേട്ടൻ്റെ കഥാപാത്രത്തിന്, വേണുചേട്ടൻ്റെ കഥാപാത്രം, വിനീതേട്ടൻ്റെ കഥാപാത്രം പാടുന്ന സമയത്ത് അപ്പോഴാണ് ഈ അച്ഛൻ തിരിച്ചറിയുന്നത് മകൻ പാടും എന്നുള്ളത്. അപ്പോൾ കൊച്ചപ്പേട്ടൻ പറഞ്ഞു, ഇതിലൊരു പ്രശ്നം എഴുതി കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നു. അതായത് ഈ മകന് ഇൻഹറൻ്റായിട്ട് പാട്ടുണ്ടെങ്കിൽ ഇയാൾ 1 വയസ്സിലും 2 വയസ്സിലും 4 വയസ്സിലും 5 വയസ്സിലും ഒക്കെ പാടും. ഈ ബോധപൂർവം അച്ഛനിൽ നിന്ന് മറച്ചു വെക്കാനുള്ള പ്രായമാവുമ്പോഴേ അയാൾക്ക് മറച്ചു വെക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത സമയത്തും പാടും. അപ്പോൾ ഈ അച്ഛൻ കേട്ടിട്ടുണ്ടാവും ഇയാളൊരു സംഗീതകാരനാണ്. ഈ സംഗീതകാരനായിട്ടുള്ള അച്ഛൻ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് മനസ്സിലാവും, മകൻ പാടും എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇത് പറ്റിയിട്ട് ഇതൊരു ലോജിക്കൽ പിഴവാണ് അവിടെ എത്തുന്ന സമയത്ത്. അപ്പം ഇത് തിരുത്തി കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൊത്തം കാര്യങ്ങൾ ഇതാവും. അപ്പം ഇത് ഒരു കൺഫ്യൂഷൻ വന്നിട്ട് എം ടി സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇതൊക്കെ കണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, കൊച്ചപ്പേട്ടൻ പറഞ്ഞതാണ്, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഈ വേഷം ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഈ അച്ഛൻ്റെ വേഷം നെടുമുടി വേണുവിനോട് ഈ കാര്യം പറഞ്ഞാൽ മതി, എന്നിട്ട് ആ ലോജിക്ക് മനസ്സിലാവാത്ത വിധത്തിൽ അത് അഭിനയിക്കാൻ പറയാ, അത് ചിന്തിക്കാത്ത രീതിയിൽ അഭിനയിക്കാൻ പറയാം. അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ലോജിക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലായി പോയി സിനിമ. ഇതിൽ പറ്റില്ല. നമ്മളൊന്നും ആ സിനിമ കാണുന്ന സമയത്ത് ഇത് ചിന്തിച്ചിട്ടില്ല. ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണല്ലോ. എഴുതുന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, അത് ഇപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഫോൺ എടുത്ത് ഗൂഗിൾ നോക്കി തപ്പി ചെല്ലുന്നത് പോലെ അല്ല അന്നത്തെ ഇവരുടെ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പം എം ടി എഡിറ്ററായിട്ടുള്ള കാലത്തെ പറ്റിയിട്ട്, എം ടി സബ് എഡിറ്ററായ കാലം മുതലുള്ള സമയത്തെ പറ്റിയിട്ട് വിശദമായി സംസാരിക്കുകയും ആ സമയത്ത് വാരിക എടുത്ത് പരിശോധിക്കുകയും അതിലെന്തൊക്കെയാണ് രണ്ട് മഹാരഥന്മാരായിരുന്നു എം ടി മാതൃഭൂമി ചേരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. എൻ വി കൃഷ്ണവാര്യരാണ് എഡിറ്റർ, എം ടി സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാണ്. ഈ നെയ്ക്കഡ് ഏപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെസ്മണ്ട് മോറിസിന്റെ പുസ്തകം ലോകം മുഴുവൻ കീഴടക്കിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഇറങ്ങി 3 മാസത്തിനുള്ളിൽ മലയാളത്തിൽ അതിന്റെ തർജ്ജമ വരുന്നു. ഇവർ റൈറ്റ്സ് വാങ്ങിയിട്ട് അത് പബ്ലിഷ്. അപ്പൊ ഞാനിത് ഇത് താങ്കൾ പറഞ്ഞ പോലെ ഗൂഗിളൊന്നും ഇല്ലാത്ത കാലമാണിത്. അതേന്നേ, അതിന്റെ ആളെ കാണണം. ഇപ്പം നമ്മൾ വടക്കം വീരഗാഥ ഇപ്പൊ റീ റിലീസ് ചെയ്ത് വന്ന് കാണുമ്പോ കണ്ടിറങ്ങിയ അന്ന് കണ്ടതിനേക്കാളും കണ്ടപ്പോ ഒരു 15 വാക്കിന്റെ അർത്ഥമെങ്കിലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നൊരു കാരണം കൊണ്ട് അതെന്താ സാധനം, ഇതെന്താണ് വാക്കെന്നുള്ളത്. കാരണം ഇപ്പം ഞാനൊരിക്കൽ ഇവിടെ സൗഭദ്രം എന്ന് തോന്നി, പുരഞ്ചയം എന്ന് തോന്നിക്കുന്ന പഴയ പുത്തൂരാട് തന്നെ, ഇതൊക്കെ മറ്റേ കളരിയിലെ 18 അടവുകളില് 11ാമത്തെ 13ാമത്തെ കണ്ട അടവുകളാ, തെറ്റിദ്ധരിക്കുന്ന പരിപാടികളാണ്. അപ്പം അത് 18 എണ്ണവും പഠിച്ച് എഴുതി, അതായത് എഴുത്തിന് വേണ്ടൊരു കാലം അപ്പൊ എത്രയായിരിക്കും എന്ന് ആലോചിക്കൂ. ഇതുപോലെ പഠിക്കണമെങ്കിൽ എഴുത്തങ്ങ് തുടങ്ങി ഒരു മുറിയിലിരുന്ന് 30 ദിവസം കൊണ്ടൊരു തിരക്കഥ എഴുതി എന്ന് പറയുന്ന പോലെ അല്ല, ഇതിന്റെ റിസർച്ച്, എഴുത്ത്, ഈ കാലം
ആ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര എഴുതാൻ ഇത്രയും ജീവിതം പോരാ, അത്ര എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമൂഴത്തിന്റെ റിസർച്ച് അങ്ങനെ ആയിരുന്നല്ലോ. ആ ഐ ഡോണ്ട് നോ ഇഫ് ഹി സ്പോക്ക് ടു യു. പിന്നെ 12 കൊല്ലം 12 വർഷം 12 വർഷം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് രണ്ടാമൂഴം എഴുതി. ഈ രണ്ടാം ഊഴം ഈ ഭീമന്റെ ജീവിതത്തിലെ നിരന്തരമായിട്ടുള്ള രണ്ടാം ഊഴങ്ങളാണ് അതിൽ വരുന്നത്. അത് വീണ്ടും സിനിമയാക്കാൻ പോകുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് പറയൂ. ഇനി അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത്. ആ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടല്ലോ, എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത രീതിയിൽ ഒരു വലിയ സിനിമയായി വരണം. അതിനൊരുപാട് നമ്മളത് 2020 മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. പിന്നെ കോവിഡൊക്കെ ആയത് കാരണം അതിങ്ങനെ കുറച്ച് സമയം നീണ്ടു. ഇപ്പം അതൊരു അച്ഛനും കൂടി ധാരണയുള്ള ഒരാളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വൈകാതെ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും. വെരി ഗുഡ്. ആൻഡ് 4 വർഷം എടുക്കും പടം തീരാൻ. അതെ, പക്ഷെ അത് പ്രൊഡക്ഷനിൽ ഉണ്ട്, പ്രൊഡക്ഷനിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മനോരഥങ്ങൾ ഉണ്ടായിരുന്നില്ലേ? മനോരഥങ്ങളിൽ അതിന്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായിട്ട് അങ്ങനെ ഒരു റോള് മാത്രമേ ഉള്ളൂ എനിക്ക്. മനോരഥങ്ങളെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ശ്രീകാന്ത് മുരളി അഭിനേതാവാണ്, സംവിധായകനാണ്. ഒരുപാട് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തനങ്ങളിലും എഡിറ്റിംഗിലും ഒക്കെ കാര്യമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ചലച്ചിത്ര പ്രവർത്തകൻ, അഭിനേതാവ് ശ്രീകാന്ത് മുരളി. അദ്ദേഹത്തെ ഓർക്കുന്നു. MD സാറിൻ്റെ തിരക്കഥ സിനിമയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന തലമുറയിലെ യുവ തലമുറയിലെ പലരിൽ ഒരാളാണ് ഞാൻ. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന കഥ സിനിമയാവുന്നു എന്നറിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് പ്രിയൻ സാറുമായിട്ട് ഈ ഒരു MD സാറിൻ്റെ തിരക്കഥയെക്കുറിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചത്. അന്ന് മാണിക്യക്കല്ലിനെ കുറിച്ചൊക്കെ സാർ സംസാരിച്ചത് ഇപ്പോൾ ഓർക്കുന്നു. ഏതായാലും അതിനുശേഷം മനോരഥങ്ങൾ എന്ന കഥകളുടെ ഒരു സീരീസ്, MDയുടെ കഥകളുടെ ഒരു സീരീസ് വന്നപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിനൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയത്. MD സാറിൻ്റെ കഥകൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം നായകൻ വളരെ കുറച്ച് മാത്രമാണ് സംസാരിക്കുക. നായകൻ പലപ്പോഴും കേൾവിക്കാരനും കാഴ്ചക്കാരനുമാണ്. അഥവാ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മളിപ്പോൾ പറയുന്ന പഞ്ച് ഡയലോഗുകളായിരിക്കും MD സാറിൻ്റെ കഥാപാത്രങ്ങൾ പറയുക. എല്ലാ കാലത്തും ഓർത്തു വയ്ക്കുന്ന, മലയാളം എന്നും ഓർമ്മിക്കുന്ന വരികളാണ് MD സാറിൻ്റെ ഓരോ ഡയലോഗുകളും. അപ്പോൾ അതിനെക്കുറിച്ച് അശ്വതിയോട് ചോദിച്ചപ്പോൾ അശ്വതി അന്ന് നമ്മുടെ ശിലാലിഖിതങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പറഞ്ഞത്, അച്ഛൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം സംസാരിക്കാറുണ്ട്. അങ്ങനെ പണ്ട് കുട്ടിക്കാലത്ത് നാട്ടിലേക്ക് പോകുമ്പോൾ, പാടവനമ്പത്തൂർ നടന്നു പോകുമ്പോൾ അച്ഛൻ്റെ ഒപ്പം നടന്നു പോകുന്ന അശ്വതി കേട്ടിട്ടുണ്ടത്രേ MD സാർ സ്വയം സംസാരിക്കുന്നത്. സ്വന്തം ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് പോകുന്ന അച്ഛനെ അശ്വതിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ ശിലാലിഖിതത്തിൽ ഇത് പ്രിയൻ സാറിനോട് പറഞ്ഞപ്പോൾ പ്രിയൻ സാർ അത് ബിജു മേനോനോട് സംസാരിച്ചിട്ട് ബിജു മേനോൻ ആ സിനിമയിലെ ഗോപാലൻകുട്ടി എന്ന കഥാപാത്രം അവതരിപ്പിച്ചപ്പോൾ ഏതാണ്ട് മോണോലോഗ് പോലെ സ്വയമായിട്ടാണ് സംസാരിച്ചു പോകുന്നത്. അത് ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം കൂടുതൽ വെളിവാക്കുന്ന രീതിയിലായിരുന്നു. MD സാറിൻ്റെ ഒപ്പം കുറച്ച് ദിവസമെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റിയതിലുള്ള വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും മനസ്സിൽ സൂക്ഷിക്കുന്നു. വിനീതനെ സംബന്ധിച്ചിടത്തോളം വിനീതൻ അഭിനയിച്ച 8ഓളം സിനിമകൾ, അല്ലാത്ത സിനിമകളും എല്ലാം എന്ത് വിലകൊടുത്തും എങ്ങനെയും കാണാറുള്ളതല്ലേ എപ്പോഴും. ഈ സിനിമയ്ക്ക് ശേഷം ഒരു കോണ്ടാക്ട് ചെയ്യലോ മെസ്സേജ് അയക്കലോ ഒക്കെ നിങ്ങൾ തമ്മിലുണ്ടോ? മെസ്സേജ് അല്ല, ഞാൻ വിളിക്കും, ഇടയ്ക്ക് ടീച്ചർ വിളിച്ച് അല്ലെങ്കിൽ അശ്വതിനെ മെസ്സേജ് എന്നുള്ളത് ഞാൻ ഈ കാലത്തെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല ഇന്ററാക്ഷൻസ് ഇല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പം 7ാമത്തെ വരവ് MD സാറിനെ കാണിച്ചിട്ട് നന്നായിട്ട് ചെയ്തു എന്ന് അല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഹരൻ സാറിനോട് പറഞ്ഞു എന്ന്. അതൊരു ഇന്റർവ്യൂവിലും സാർ പറയുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് പിന്നെയും ആരണ്യകം ഷൂട്ടിംഗ് സമയത്താണ് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ഈ ഇനീഷ്യൽ ഡിസ്കഷൻ ഇസ് വിത്ത് ഡയറക്ടർ, ആർട്ടിസ്റ്റുമായിട്ട് ദർ ഇസ് നോ ഇന്ററാക്ഷൻ. അത് ഹരൻ സാർ അല്ല ഹൂവർ ദ ഡയറക്ടർ ഇസ്. ഇപ്പം ഞാൻ ചെയ്തതെല്ലാം ഹരൻ സാറിൻ്റെതാണ് മോസ്റ്റ് ഓഫ് ദ ഫിലിംസ്. അദ്ദേഹമായിട്ട് ക്ലാരിഫൈ ചെയ്ത് ഹീ വിൽ മോൾഡ് ദി ആക്ടർ ആസ് MT സാർസ് ക്യാരക്ടർ. അതായിരുന്നു ആരണ്യകം ഷൂട്ടിംഗ് സമയത്ത് MT സാർ വന്നു സെറ്റിൽ ആൻഡ് ഹി വാസ് വാച്ചിങ് അസ് പെർഫോം. ഞാൻ അപ്പോൾ 11th എന്താണ് ഐ എം ഡൂയിങ് MBA ഒക്കെ കഴിഞ്ഞ് വന്ന ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് സ്റ്റൈലിഷ് ആയൊരു പാർവതിയുടെ ഫിയാൻസി ആയിട്ട് റോളാണ്. അപ്പോൾ ഒന്നാമത് MT സാർ വന്നതിൻ്റെ ടെൻഷൻ, നെർവസ്നെസ്, ഈ എന്താണ് ഗാംഭീര്യം വേണം, ഇതൊക്കെ ഉണ്ട്.
അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഐ വാസ് വെരി സ്റ്റിഫ്. ആ സിനിമ ഉണ്ടെന്ന് അറിയും, വെരി അൺകംഫർട്ടബിൾ. മോഹൻ അപ്പൊ ഒരു ഡയലോഗ് സെലിമായിട്ടുള്ള അപ്പൊ സാറും ഹനൻ സാറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ബാക്കിലൊക്കെ നിൽക്കും. അപ്പൊ എന്നെ നോക്കിയിട്ട് പറഞ്ഞു കുറച്ചുകൂടെ ഗൗരവമാവാം എന്ന് പറഞ്ഞു. ദിസ് ഇസ് എക്സാക്ട് ലൈൻ, കുറച്ചുകൂടെ ഗൗരവമാകാം. അതായത് യു ഷുഡ് ബി മോർ മെജസ്റ്റിക്. അതിനുശേഷം ഒരു മെജസ്റ്റിക് അങ്ങ് വലിച്ചെടുത്തു. എവിടുന്നാ? അതെ, ഞാൻ അന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം രാവിലെ സാറിനെയും ടീച്ചറിനെയും ആ ലൊക്കേഷനിൽ ലക്കിലി ഐ ഗോട്ടും ബിക്കോസ് ഐ ആസ്ക്ഡ് അശ്വതി വാട്ട് ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഏത് സമയത്തായിരിക്കും വിളിക്കുക. പക്ഷേ സാർ ഇങ്ങനെ ഒരു 9-9:30 ശേഷം വിളിച്ചോ. രണ്ടാളെയും വിളിച്ച് അനുഗ്രഹം വാങ്ങി. അന്ന് ഹി സ്പോക്ക് ടു മീ, നന്നായി വരട്ടെ, എവറിത്തിങ് ഈ മമ്മൂക്കയും ലാലേട്ടനുമായിട്ട് എത്രയോ പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ എല്ലാം ദേവലോകം എന്ന് പറഞ്ഞ ആദ്യം മമ്മൂക്കയുടെ ഇറങ്ങാതെ പോയൊരു പടമാണത്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, തൃഷ്ണ, ആൾക്കൂട്ടത്തിൽ തനിയെ, അക്ഷരങ്ങൾ, അടിയൊഴുക്കുകൾ എന്നൊക്കെ പറഞ്ഞ അനുബന്ധം എല്ലാം ഒരു സെറ്റ്. അതേപോലെ പഴശ്ശിരാജ വരെ, വടക്കംപീരാത് വരെ നിൽക്കുന്നു. ലാലേട്ടനും ഉണ്ട് അത്രയും തന്നെ ഒരുപാട് സിനിമകൾ അല്ലേ. പഞ്ചാഗ്നി, അഭയം തേടി, അമൃതം ഗമയ, താഴ്വാരം, സദയം, ഉയരങ്ങളിൽ, അനുബന്ധം, ഇതിലെല്ലാം എല്ലാത്തിലുണ്ട് ഇത്രയും പടങ്ങളുണ്ട്. പക്ഷെ ഇവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യത്തെ കുറിച്ച് ഇതേ ഫ്ലോറിൽ ബാബു ആന്റണി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എം ടി സാറിനെ കുറിച്ച് പറയുമ്പോ അത് പറയണ്ടുണ്ട്, വേറെ ആർക്കും കിട്ടാത്ത ഭാഗ്യമാണെന്ന് പറഞ്ഞു. അതായത് രാജാവ് ഷർട്ട് ഇടാണ്ട് നിൽക്കുകയാണ് വൈശാലിയിൽ, മഴ തുടങ്ങി. ബാബു ആന്റണി ലോമപാത മഹാരാജാവ്, ഇപ്പൊ പറഞ്ഞല്ലോ മെജസ്റ്റിക് ഒക്കെ ആയിട്ട് നിൽക്കേണ്ട ലോമപാത മഹാരാജാവ് ചെറുതായിട്ട് വിറയ്ക്കാൻ തുടങ്ങി, തണുപ്പ് കാരണം. അപ്പൊ എന്ത് ചെയ്തിട്ടും രാജാവിന് ഒരു അടക്കം നിൽക്കുന്നില്ല. ആ സമയത്ത് പുറകിൽ ഒരു തട്ടിവിളി കേട്ട് ബാബുവിന്റെ ചേട്ടൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു സ്മോളുമായിട്ട് എം ടി സാറ്. രാജാവ് ഒന്നും നോക്കണ്ട, ഇത് പറഞ്ഞ അടിച്ചിട്ട് അവിടെ നിന്നാൽ എല്ലാ മെജസ്റ്റിക്കും വരും എന്ന് പറഞ്ഞു കൊടുത്തത്. അതൊരു കല മലയാളത്തിൽ ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് ബാബുവാന്റെ ചേട്ടനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇല്ല, അതിവിടെ പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്, എവിടെയൊക്കെയോ നമ്മൾ ഈ പറയുന്ന ബഹുമാനം കൊണ്ടും അല്ലാതെയൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും ചില കുട്ടിത്തങ്ങളും ചില രസനീയതകളും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു ആളും കൂടെയാണ് അല്ലെ. ഹ്യൂമർ സെൻസ് എങ്ങനെ നർമ്മം പറയുമായിരുന്നു അച്ഛൻ? വളരെ ഷാർപ്പാണ്. പക്ഷെ ആർക്കും മനസ്സിലാവും. പക്ഷെ അതിങ്ങനെ എന്താ പറയാ, വളരെ പ്രത്യക്ഷമായിട്ടല്ല പറയാ. അപ്പൊ നമ്മളൊക്കെ തമാശ പറയണ പോലെയല്ല പറയാ. അതിങ്ങനെ വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. പക്ഷെ ആ വന്നാ അത് കൃത്യം 2 ദിവസത്തേക്കുള്ളതുണ്ട്. എം ടി സാറിന്റെ ഓർമ്മകളുമായി വളരെ പ്രിയപ്പെട്ട നടൻ ശ്രീ രാമു. നിർമ്മാല്യത്തിന്റെ ഡിസ്കഷനും ലൊക്കേഷനും എല്ലാം ഞങ്ങളുടെ തറവാടും, ഞാൻ ജനിച്ചു വളർന്ന തറവാടും അതിന്റെ ചുറ്റുപാടും ഒക്കെ ആയിരുന്നു. അപ്പൊ എൻ്റെ അമ്മാവൻ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന കുട്ടമാമ അദ്ദേഹത്തിന്റെ എം ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. എം ടി മാത്രമല്ല, മധുസാർ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വലിയൊരു വലയം ഉള്ള ആളായിരുന്നു എൻ്റെ അമ്മാവൻ കുട്ടേട്ടൻ. ആ കഥയുടെ ഡിസ്കഷനും അതിന് പറ്റിയ ലൊക്കേഷനുകളൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് ഞാനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാനന്ന് കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് എപ്പോഴും ഞാനും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഈ കഥയുടെ സംഭാഷണം നടക്കുന്ന സമയത്താണ് കുട്ടമാമ ഈ വെളിച്ചപ്പാടിന്റെ മകന്റെ ക്യാരക്ടറായിട്ട് സുഖേട്ടന്റെ, എൻ്റെ വല്യമ്മയുടെ മകന്റെ സുഖേട്ടന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞാൽ അവനൊന്ന് കണ്ടു നോക്കാം, നമുക്ക് പറ്റിയെങ്കിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുഖേട്ടൻ ഈ വെളിച്ചപ്പാടിന്റെ മകനായിട്ട് ഈ നിർമ്മാല്യത്തിൽ വരുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഷൂട്ടിംഗ് ഒരു എന്താ പറയാ, വളരെ കുറച്ച് ക്രൂ ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു രീതിയായിരുന്നു. വളരെ സൈലന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഷൂട്ടിംഗ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഷൂട്ടിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്തൊക്കെ. ഞാൻ ആദ്യം കാണില്ല ഷൂട്ടിംഗ്. എന്തായാലും അതിനുശേഷം പ്രശസ്തിയുടെ ഓരോ പടവുകളും കയറി വാസുവേട്ടൻ എന്ന മഹാപ്രതിഭ അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും, മലയാളികൾക്കും നമുക്കെല്ലാവർക്കും വളരെയധികം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വളർന്നു. നമുക്കെന്നും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് ആ കാര്യത്തിൽ അഭിമാനിക്കാം. മലയാളമുള്ളിടത്തോളം, മലയാള ഭാഷ ഉള്ളിടത്തോളം പകരം വെക്കാൻ ഒരാളില്ലാത്ത രീതിയിൽ അത്രയേറെ ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്തു തീർക്കാനാകുന്നത് എന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന രീതിയിലുള്ള സൃഷ്ടികൾ, വ്യത്യസ്തമായ സൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ചു. അത് എഴുത്തിന്റെ പല വഴികളിൽ, നോവലായും ചെറുകഥയായും പദ്യമായും പാട്ടായും സിനിമകളുടെ തിരക്കഥയായും എല്ലാം എഴുതി
നമ്മളോടൊപ്പം ജീവിക്കുന്നവരെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ മലയാളിയുടെ നിത്യജീവിതത്തിനിടയിലേക്ക് തുറന്നുവിട്ട അതുല്യനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും എന്ന ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും MT വാസുദേവൻ നായർ ഈ ലക്കം പൂർണ്ണമാകുമ്പോൾ MT സാറിന്റെ മകൾ അശ്വതിക്ക് പ്രിയപ്പെട്ട വിനീതേട്ടൻ അമൃത TV ഭാഗത്തു നിന്നുള്ള ഉപഹാരം നൽകുന്നു.